എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ആഷിഖ്. ചാലക്കുടിയിലാണ് വീട്. ബേസിക്കലി ഒരു ബിടെക് ഓട്ടോമൊബൈൽ എഞ്ചിനീയർ ആണ്. ഇപ്പോൾ RTM പ്രൊഫഷണൽ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇപ്പൊ ഗോൾഡ് പൊസിഷനിലാണ് ഇരിക്കുന്നത്. അപ്പോ എല്ലാവരും എന്താ പറയാ, കേരളത്തിൽ മൊത്തം മഴയാണ്. പക്ഷെ ഡൽഹിയിൽ നല്ല ചൂടായിരുന്നു. ഡൽഹിയിൽ നല്ല ചൂട് മാത്രമല്ല, RTMന്റെ ഒരു പ്രോഗ്രാമിന്റെ ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു എന്താ പറയാ, ഒരു തീപിടുത്തം തന്നെയായിരുന്നു അവിടെ. അപ്പൊ പ്രോഗ്രാമിൽ പങ്കെടുത്ത എല്ലാവരും തന്നെ നല്ല എനർജറ്റിക് ആയിട്ടാണ്, നല്ല പുതിയ പുതിയ തീരുമാനങ്ങൾ എടുത്തിട്ടാണ് അവരവരുടെ സ്ഥലങ്ങളിലേക്ക് മടങ്ങിയേക്കുന്നത്. അതിനുള്ള റിസൾട്ട് നമുക്ക് കുറച്ച് നാളുകൾക്കുള്ളിൽ നമുക്ക് അറിയാൻ പറ്റും. കാരണം എന്താ വെച്ചാല്, ഈ വർഷം നമുക്ക് 25ാമത്തെ ആനിവേഴ്സറി ആഘോഷിക്കാൻ പോവാണ്. അപ്പൊ അതിന് മുന്നേ നടന്നൊരു മെയിൻ ഇവന്റ് ആണ് ഡൽഹിയിലെ. മെയിൻ ആയിട്ട് ഡൽഹിയിൽ നടക്കാൻ പോകുന്നത് നമ്മുടെ 25ാമത്തെ ആനിവേഴ്സറി ആണ്. അപ്പോൾ അതിനുള്ള അച്ചീവ്മെന്റ് സെലിബ്രേഷൻ ഒക്കെ വരുമ്പോൾ നമുക്കറിയാൻ പറ്റും ഈ യങ്സ്റ്റേഴ്സിന്റെ പ്രോഗ്രാം നമുക്ക് എത്രമാത്രം നമ്മുടെ ബിസിനസിന് വേണ്ടി ഹെൽപ്പ് ചെയ്തു നമ്മൾ. സോ ഇന്ന് ഞാൻ ശരിക്കും പറഞ്ഞാൽ ജസ്റ്റ് യങ്സ്റ്റേഴ്സിന്റെ പ്രോഗ്രാമിന്റെ, അതായത് നെക്സ്റ്റ് ജനറേഷൻ ഇവന്റിന്റെ മൂന്നാമത്തെ നെക്സ്റ്റ് ജനറേഷൻ ഇവന്റിന്റെ ഒരു അനുഭവങ്ങളും, അതുപോലെ തന്നെ എനിക്ക് അവിടുന്ന് മനസ്സിലാക്കാൻ പറ്റിയ കാര്യങ്ങളും, ഞാൻ ഈ ചെയ്യാൻ പോകുന്ന കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഇവിടെ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. സോ ഇവിടെ ഏകദേശം 106 ആളുകൾ നമുക്ക് പ്രോഗ്രാമിൽ അറ്റൻഡ് ചെയ്യാനുണ്ട്. അപ്പൊ അവർക്ക് നെക്സ്റ്റ് ജനറേഷൻ പ്രോഗ്രാം ചിലപ്പോൾ പോകാൻ പറ്റിയിട്ടുണ്ടാവില്ല. അപ്പൊ അവർക്ക് ഞാൻ പോയതിന്റെ എന്റെ ചെറുതായിട്ടുള്ള അനുഭവങ്ങൾ പറഞ്ഞുതരാൻ ആഗ്രഹിക്കുന്നു. ശരിക്കും ഈ പ്രോഗ്രാം പ്ലാൻ ചെയ്തത് ജനുവരിയിലാണ് പ്ലാനിങ് ഒക്കെ നടന്നത്. ഇങ്ങനെ ഒരു പ്രോഗ്രാം നടക്കണം, എല്ലാ വർഷവും നടക്കുന്നുണ്ട്. സാധാരണ ജൂൺ മെയ് മാസം അപ്പോൾ ഞാൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു എന്തായാലും കുറച്ച് ആൾക്കാരെ കൂടെ കൊണ്ടുപോകുന്നു ഞാൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ പയ്യെ പയ്യെ പിന്നെ ഞാൻ വിചാരിച്ചു എന്തായാലും ഈ പ്രാവശ്യം പോകണം, നമുക്ക് കുറച്ച് ആൾക്കാരൊക്കെ ആയിട്ട് പോവാന്നുള്ള തീരുമാനത്തിലായിരുന്നു. അങ്ങനെ പോകണ്ടെന്ന് തീരുമാനിച്ചിരുന്നതാണ്. പിന്നെ എന്താ പറയാ, നമ്മുടെ സുരേന്ദ്രന്റെ പ്രോഗ്രാം ഇപ്പൊ അടുത്ത ചാലക്കുടി ഉണ്ടായപ്പോൾ എന്തായാലും മനസ്സിലാക്കി RCMലാണ് ടോട്ടൽ ആരും RCMന്റെ ഫാമിലിയാണ്. അപ്പൊ നമ്മുടെ ഫാമിലി ഒരു ഇവന്റ് എടുക്കുകയാണെങ്കിൽ നമ്മൾ പങ്കെടുക്കേണ്ട ഉത്തരവാദിത്വം നമ്മുടെയാണ്. അതുകൊണ്ട് ഞാൻ ആ ലാസ്റ്റ് നിമിഷത്തിലാണ് ബുക്ക് ചെയ്ത് പോയത് ഭയങ്കര വെർത്തായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഗ്രേറ്റ് ലീഡേഴ്സിന്റെ ഞാനും അതേപോലെ തന്നെ നമ്മുടെ ഘനശ്യാം സാർ, നമ്മുടെ റൂബി ഗോമർ സാറിന്റെ മകൻ ഘനശ്യാം സാറും അവിടെ വോളണ്ടിയറിൽ ആയിരുന്നു. അതൊരു വ്യത്യസ്ത അനുഭവമായിരുന്നു. കാരണം കേരളത്തിൽ പല പ്രോഗ്രാമുകളിലും എനിക്ക് എങ്കിലും ഓൾ ഇന്ത്യ ലെവലില് അപ്പോൾ നമ്മുടെ മൂർ സാറിന്റെ ഒക്കെ റെക്കമെൻഡേഷനിൽ എനിക്കും ഒരു വോളണ്ടിയർഷിപ്പ് നടന്ന് സാധിച്ചു. അപ്പോ 25ാം തീയതി ആയിരുന്നു പ്രോഗ്രാം നടന്നത്, ഞായറാഴ്ച. മെയ്, ഈ മാസം മെയ്, അതായത് 2 ദിവസം മുമ്പ്. അപ്പോൾ ഞാൻ 24ാം തീയതി തന്നെ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അവിടെ കാലത്ത്, പിറ്റേ ദിവസം കാലത്ത് 25ാം തീയതി കാലത്ത് തന്നെ ഞാൻ അവിടെ ഓഡിറ്റോറിയത്തിലെത്തി. അപ്പോ പുതിയ കുറച്ച് യങ് അച്ചീവേഴ്സിനെ പരിചയപ്പെടാൻ പറ്റി. അവിടെ ഒരു പ്രിയാൻഷു എന്ന് പറഞ്ഞ ഒരു സ്റ്റാർ പ്ലേ അച്ചീവർ, ആളെ യങ് അച്ചീവർ ആണ്, 30 വയസ്സിന് താഴെയുള്ള ആളാണ്. ആളായിരുന്നു ആ പ്രോഗ്രാമിന്റെ മൊത്തം കോർഡിനേഷൻ. അതായത് സ്റ്റേജിലും അതുപോലെ തന്നെ ഓഫ് സ്റ്റേജിലും ഒക്കെ പ്രോഗ്രാം കൺട്രോൾ ചെയ്യുന്നത്. അപ്പൊ നമ്മളിപ്പോ നമ്മുടെ നോബിൾ സാർ ചെയ്യുന്ന പോലെ സ്റ്റേജിലത്തെ കാര്യങ്ങൾ, പുറമെ കാര്യങ്ങളൊക്കെ പ്രിയാൻഷു എന്ന് പറഞ്ഞൊരു സാറായിരുന്നു. അദ്ദേഹം സ്റ്റാർ പ്ലേ അച്ചീവർ ആണ്, 30 വയസ്സിന് താഴെയുള്ള ആളാണ്. സോ ഇപ്പൊ അദ്ദേഹത്തിന്റെ കൂടെ വർക്ക് ചെയ്യാൻ സാധിച്ചത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം എന്താ വെച്ചാല്, ഇപ്പൊ നമ്മൾ കൂടുതൽ ആൾക്കാരും വർക്ക് ചെയ്യുന്നത് കേരളത്തിലെ ആൾക്കാരായിട്ടാണ്. അപ്പോ നമ്മുടെ എല്ലാവരും മെന്റാലിറ്റി ഏകദേശം ഒരു സെയിം ആയിരിക്കുള്ളൂ. ഇത്ര നമുക്ക് ചെയ്യാം, അങ്ങനെ ചെയ്യാം. പക്ഷെ നമ്മൾ എപ്പോഴും ഒരു നോർത്ത് ഇന്ത്യയിലത്തെ ആൾക്കാരൊക്കെ ആയിട്ട് വർക്ക് ചെയ്യുന്ന നമ്മുടെ മെന്റാലിറ്റി ഭയങ്കരമായിട്ട് മാറുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ അവരുടെ ചിന്താഗതി വേറെയാണ്, അവർ വർക്ക് ചെയ്യുന്ന രീതി വേറെയാണ്. അവർ കുറച്ചുകൂടി ഫാസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അവർക്ക് നമ്മളെക്കാളും കുറെ വ്യത്യാസങ്ങൾ അവരുണ്ട്. അപ്പൊ അതിൽ നിന്നുള്ള നല്ല വ്യത്യാസങ്ങൾ, നമുക്ക് അഡാപ്റ്റ് ചെയ്യേണ്ട വ്യത്യാസങ്ങൾ കുറെ മനസ്സിലാക്കാൻ സാധിച്ചു ഇന്നത്തെ പ്രോഗ്രാമിൽ എല്ലാവരും കൂടി വർക്ക് ചെയ്തപ്പോൾ. അന്ന് എനിക്ക് അവിടുത്തെ റോയൽറ്റി അച്ചീവേഴ്സിന്റെയും ടെക്നിക്കൽ അച്ചീവേഴ്സിന്റെയും, അതായത് 30 വയസ്സിനോട് താഴെയുള്ള റോയൽറ്റി അച്ചീവേഴ്സിന്റെയും ടെക്നിക്കൽ അച്ചീവേഴ്സിന്റെ ഒക്കെ ഒരു ട്രോഫി അനാച്ഛാദനം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരുന്നു എൻ്റെ ഒരു ഡ്യൂട്ടി കിട്ടിയിരുന്നത്. അപ്പോ അതിൽ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചാൽ നമ്പറുകളാണ് എന്നെ ഒന്ന് കണ്ണുറപ്പിച്ച കാര്യം. ഏകദേശം 70ഓളം 30 വയസ്സിന് താഴെയുള്ള ടെക്നിക്കൽ അച്ചീവേഴ്സ് നമുക്ക് ഇന്ത്യയിലുണ്ട്. അത് അച്ചീവ്മെന്റ് നേടി വന്ന ആൾക്കാരുടെ, ഈ കഴിഞ്ഞ മെയിൻ മാർച്ചിൽ അച്ചീവ്മെന്റ് നേടി വന്ന ആൾക്കാരാണ്. അതേപോലെ തന്നെ ഏകദേശം 250ഓളം റോയൽറ്റി അച്ചീവേഴ്സും നമുക്ക് 30 വയസ്സിന് അടിയിൽ ഉള്ള അച്ചീവേഴ്സ് ഉണ്ട്. അപ്പൊ ഓൾ ഇന്ത്യ ലെവലത്തെ ഒരു കാര്യമാണ്, യങ് അച്ചീവർമാരുടെ കാര്യമാണ്. അപ്പോ നല്ലൊരു ഇഷ്ടംപോലെ അടിപൊളി ട്രോഫികൾ കാര്യങ്ങളായിരുന്നു. നല്ല അടിപൊളി എന്താ പറയാ, കുറച്ച് ഇവന്റ് ഏകദേശം ത്യാഗരാജ് ഇൻഡോർ സ്റ്റേഡിയത്തിലാണ് നടന്നത്. ഡൽഹിയിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്റ്റേഡിയമാണ് ത്യാഗരാജ് ഇൻഡോർ സ്റ്റേഡിയം. അപ്പൊ അവിടെ ഏകദേശം 7000 ആളുകളാണ് പങ്കെടുത്തത്. കറക്റ്റ് നമ്പേഴ്സ് പറയുകയാണെങ്കിൽ 7000+ ആൾക്കാർ പങ്കെടുത്തിട്ടുണ്ട്.
അപ്പോ അത്രയും വലിയൊരു പ്രോഗ്രാമിൽ അത് ഏറ്റവും കൂടുതൽ പങ്കെടുത്താൽ പുതിയ 30 വയസ്സിന് താഴെയുള്ള ആൾക്കാരെയും. കാരണം നമ്മള് ഞാൻ ആർസിഎമ്മിന്റെ ആനിവേഴ്സറി ഫംഗ്ഷൻ ഒക്കെ പങ്കെടുത്തിട്ടുണ്ട്, 24ാമത്തെ ആനിവേഴ്സറിക്ക് ഒക്കെ പങ്കെടുത്തിട്ടുണ്ട്. അതിൽ നമ്മൾ ശ്രദ്ധിക്കണമെങ്കിൽ കൂടുതലായിട്ടും ഒരു 40 വയസ്സിന് മേലുള്ള ആൾക്കാരെ നമുക്ക് കൂടുതൽ കാണാൻ സാധിക്കാറുള്ളത്. പക്ഷെ കഴിഞ്ഞ പ്രോഗ്രാമിന് ഏകദേശം എല്ലാവരും ഞാൻ കണ്ട ഫേസുകളിൽ കൂടുതൽ ഫേസുകളും ഒരു 30 വയസ്സിന് അല്ലെങ്കിൽ 35 വയസ്സിനൊക്കെ താഴെയുള്ള ആൾക്കാരുടെ ഒരു നമുക്കാണ് കൂടുതൽ കാണാൻ സാധിച്ചത്. അപ്പോൾ നെക്സ്റ്റ് ജനറേഷൻ പ്രോഗ്രാം അത്ര സീരിയസ് ആയിട്ടാണ് ഈ പ്രശ്നം നടന്നത്. അതുപോലെ തന്നെ ഉള്ളിലെ പ്രോഗ്രാം അതിന്റെ പുറമെ നമുക്ക് അറിയാൻ പറ്റും, നല്ല തിരക്കുണ്ടായിരുന്നു. അവിടെ കൺട്രോൾ ചെയ്യാൻ പോലീസുകാർ വരെ ഉണ്ടായിരുന്നു എന്നാണ് സംഭവം. ട്രാഫിക് കൺട്രോൾ ചെയ്യേണ്ടത്. കാരണം അവിടുത്തെ ഒരു പോയ ആൾക്കാർക്ക് അറിയാൻ പറ്റുമായിരിക്കും, നല്ല തിരക്ക് വന്നപ്പോൾ പോലീസുകാർക്ക് ഒന്ന് കൺട്രോൾ ചെയ്യാനായിട്ട് അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അവിടെ. ഉള്ളിലേക്ക് കയറിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ചീഫ് ഗസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നത് നമ്മുടെ പ്രിയങ്ക മാഡവും സൗരവ് സാറാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഇപ്പോ ഞാൻ ഒരു നെക്സ്റ്റ് ജനറേഷനാണ് റെപ്രസെന്റ് ചെയ്യുന്നതിൽ നമ്മുടെ കമ്പനി വക നെക്സ്റ്റ് ജനറേഷൻ റെപ്രസെന്റേഷൻ ആണ് നമ്മുടെ പ്രിയങ്ക മാഡവും അതേപോലെ തന്നെ സൗരവ് സാറും. കാരണം നമ്മുടെ TCGയുടെ മക്കളാണ് രണ്ടുപേരും. അവരാണ് ഇന്ന് ആർസിഎമ്മിനെ നല്ല മുന്നിൽ നിന്ന് നയിക്കുന്നത്. അവർ നല്ലൊരു സെഷൻസ് ഉണ്ടായിരുന്നു. നമുക്ക് ഇന്ന് പ്രോഗ്രാം തുടങ്ങിയത് തന്നെ ഏകദേശം എന്താ ഇല്ല, ഇപ്പോ നമ്മൾ സാധാരണ പ്രോഗ്രാമിൽ പങ്കെടുക്കണമെങ്കിൽ അവിടെ വരുന്ന സ്റ്റേജിൽ വരുന്ന മിക്ക ആൾക്കാരും നല്ല എക്സ്പീരിയൻസ് ആയിട്ടുള്ള മെയിൻ കോ ലീഡേഴ്സ് ആണ് നമ്മൾ സ്റ്റേജിൽ കാണാറുള്ളത് ഓൾ ഇന്ത്യ ലെവലിൽ പോവുകയാണെങ്കിൽ. പക്ഷേ ഈ പ്രാവശ്യത്തെ ഒരു വ്യത്യാസം എന്തായിരുന്നു വെച്ചാൽ എല്ലാ സ്റ്റേജ് കൺട്രോൾ ചെയ്ത എല്ലാവരും തന്നെ 30 വയസ്സിന് താഴെയുള്ള നമ്മുടെ ആർസിഎമ്മിന്റെ അച്ചീവേഴ്സ് ആയിരുന്നു. അവരൊക്കെ നല്ല വണ്ടർഫുൾ ആയിട്ടുള്ള ഒരു പ്രകടനമാണ് കാഴ്ചവെച്ചത്. അത് ലാസ്റ്റ് കോ ലീഡേഴ്സ് പറയുകയും ചെയ്തു, ഇന്നത്തെ പ്രോഗ്രാമിൽ സ്റ്റേജിൽ കയറിയ എല്ലാവരും തന്നെ നല്ല വണ്ടർഫുൾ ആയിട്ടുള്ള പ്രോഗ്രാം വെച്ചത്. അതിൽ നമുക്ക് എക്സാമ്പിൾ പറയാം, നമ്മുടെ അഞ്ജലി മാഡം, അഞ്ജലി കൊത്താരി മാഡം അടിപൊളിയായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ വിശാൽ ഭട്ട് സാറ്, അതേപോലെ തന്നെ കുറെ സ്റ്റേജിൽ ഞാൻ ആദ്യമായിട്ട് കാണുന്നപ്പോ പ്രിയാൻഷു സാർ അത്യാവശ്യം അടിപൊളിയായിരുന്നു. അതുപോലെ കാജൽ ശർമ്മ എന്ന് പറഞ്ഞൊരു മാഡം, ഇവരൊക്കെ 30 വയസ്സിന് താഴെയുള്ള ആൾക്കാരാണ്. ഇവരൊക്കെ നല്ല അടിപൊളി സ്റ്റേജ് പെർഫോമൻസ് ആയിരുന്നു കാഴ്ചവെച്ചത്. അപ്പൊ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയ കാര്യം വെച്ചാൽ നമ്മള് ഒരു കമ്പനി, ഏതൊരു കമ്പനി ആയാലും ഇപ്പൊ ആർസിഎം മാത്രമല്ല മറ്റുള്ള പല കമ്പനികളുണ്ടല്ലോ, നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് മാത്രമല്ല കോമൺ ആയിട്ടുള്ള ട്രഡീഷണൽ ബിസിനസ്സുള്ള എല്ലാ കമ്പനികളും ഒരു 5 വർഷം അല്ലെങ്കിൽ 10 വർഷം കഴിഞ്ഞ് നടക്കാൻ പോണ കാര്യങ്ങളാണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുക. അതിന്റെ ബേസ് ആണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ അതുപോലെ തന്നെ നമ്മുടെ ആർസിഎം ബിസിനസ്സിൽ 5 വർഷം അല്ലെങ്കിൽ 10 വർഷം കഴിഞ്ഞ് നടക്കാൻ പോണ കാര്യങ്ങളാണ് കമ്പനി ഇപ്പോഴേ പ്ലാൻ ചെയ്ത് പയ്യെ പയ്യെ രീതിയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ ഏറ്റവും കൂടുതൽ നമുക്ക് റെപ്രസെന്റേഷൻ നൽകാൻ പോകുന്നത് യങ്സ്റ്റേഴ്സ് ആയിരിക്കും, നമ്മുടെ നെക്സ്റ്റ് ജനറേഷൻ ആയിരിക്കും. ഇപ്പൊ നിങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്ന ആർസിഎം സീരിയസ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ആളുകളുടെ മക്കളായിരിക്കാൻ സാധ്യത കൂടുതലാണ്. അപ്പോ നെക്സ്റ്റ് ജനറേഷൻ അത്രയും ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടാണ് നമ്മുടെ എല്ലാ കോ ലീഡേഴ്സും വർക്ക് ചെയ്യുന്നത്, നമ്മുടെ കമ്പനി വർക്ക് ചെയ്യുന്നത്. അപ്പോ നിങ്ങളുടെയൊക്കെ മക്കള് ആർസിഎമ്മില് സീരിയസ് ആവാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് നമ്മുടെ പ്രോഗ്രാമുകളിലേക്ക്, അതായത് നെക്സ്റ്റ് ജനറേഷൻ പ്രോഗ്രാമിൽ പങ്കെടുപ്പിച്ചാൽ നല്ലൊരു അനുഭവമായിരിക്കും. കാരണം അവിടെ പ്രോഗ്രാമിൽ പങ്കെടുത്തപ്പോൾ അതിന്റെ ഓരോ സെഷനും ഇപ്പൊ കാലത്ത് ദേശീയഗാനത്തോട് ആലപിച്ച് അതുപോലെ തന്നെ എൻഡ് ചെയ്യുന്ന ഒരു വരെ ഉള്ള കാര്യങ്ങളൊക്കെ തന്നെ നടന്നത് എന്താ പറയാ, ഒരു യങ്സ്റ്റേഴ്സിന് എങ്ങനെ ഈ പ്രോഗ്രാം, എങ്ങനെ ആർസിഎം ഉൾക്കൊള്ളാം, ആർസിഎം തന്റെ കരിയർ ഓപ്ഷൻ ആക്കി എടുക്കാം എന്നുള്ളൊരു സെഗ്മെന്റിലാണ് നടന്നത്. കാരണം വെച്ചാൽ എനിക്കതിന്റെ ഷെഡ്യൂൾ കിട്ടിയായിരുന്നു. അതായത് ഈ പ്രോഗ്രാം നടക്കേണ്ട ഷെഡ്യൂൾ നമ്മുടെ ഗ്രൂപ്പിൽ വന്നിരുന്നു, നമ്മുടെ വളണ്ടിയേഴ്സിന്റെ ഗ്രൂപ്പിൽ വന്നായിരുന്നു. അപ്പൊ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയ കാര്യങ്ങൾ ഓരോ സെഗ്മെന്റ്, ഓരോ മിനിറ്റും ഓരോ സെക്കൻഡും മാറ്റി വെച്ചിരിക്കുന്നത് എങ്ങനെ ഒരു യങ്സ്റ്റേഴ്സിന് ആർസിഎം മനസ്സിലാക്കാവുന്ന കാറ്റഗറിയിലായിരുന്നു. അതില് ഫസ്റ്റ് വന്ന കാര്യം എന്തായിരുന്നു വെച്ചാല്, ഇപ്പോ ഇഷ്ടംപോലെ ആളുകൾക്ക്, ഇപ്പൊ നമ്മുടെയൊക്കെ മക്കൾക്കാണെങ്കിൽ, ഇപ്പോ ആർസിഎൽ വർക്ക് സീരിയസ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെ മക്കൾക്കൊക്കെ ആണെങ്കിൽ ആർസിഎം എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഒരു പുച്ഛം തോന്നാം. അങ്ങനെ കുറച്ച് പുച്ഛത്തോടുള്ള കാര്യങ്ങൾ ഓപ്പൺ ആയിട്ട് പറഞ്ഞുകൊണ്ട് തന്നെയായിരുന്നു അന്നത്തെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിൽ ഫസ്റ്റ് എന്ന കാര്യം പറഞ്ഞുതരും, എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ ആർസിഎം ചെയ്യുന്നില്ല. അത് പറഞ്ഞ ആരാന്ന് വെച്ചാൽ അതിനെക്കുറിച്ചുള്ള മറുപടി പറഞ്ഞ ആരാന്ന് വെച്ചാല് നമ്മുടെ ഡയമണ്ട് വിജേന്ദർ റാത്തോർ എന്ന് പറഞ്ഞ സാറുണ്ട്. അദ്ദേഹത്തിന്റെ മകനാണ് പറഞ്ഞത്. മകൻ MBBS ഡോക്ടറാണ്. അതായത് ഇപ്പോ ഒരു വീട്ടില് കുട്ടികളെ പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവരോട് നമ്മൾ ആദ്യം ചോദിക്കുമ്പോൾ അവർ പറയുന്ന ഒരു ഉത്തരം എന്ന് വെച്ചാൽ, എനിക്ക് എന്താണെന്ന് ചോദിക്കണമെങ്കിൽ കൂടുതൽ ആൾക്കാരും ഡോക്ടർ എന്നുള്ളൊരു പ്രൊഫഷനാണ് തിരഞ്ഞെടുക്കാൻ സാധ്യത. അപ്പോ അതിൽ തന്നെ നമ്മുടെ ഡയമണ്ടിന്റെ മകനായിട്ടുള്ള വിജയ് റാത്തോർ എന്ന് പറഞ്ഞ സാറാണ് അതിനൊരു ഒരു 5 മിനിറ്റിന്റെ ഒരു ടോക്ക്, എന്താണ് ഇപ്പോ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ എന്തുകൊണ്ട് ആർസിഎം തിരഞ്ഞെടുക്കുന്നില്ല എന്നതിനെ കുറിച്ച് ഒരു ചെറിയൊരു സംഭവം അദ്ദേഹം പറഞ്ഞിരുന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു ഡോക്ടറായിട്ട് പോലും അദ്ദേഹം ആർസിഎം ചൂസ് ചെയ്യാനുള്ള കാരണം അദ്ദേഹം പറഞ്ഞിരുന്നു. അദ്ദേഹം ഇപ്പോ എന്താ പറയാ, ആശുപത്രിയിലൊക്കെ കുറെ നാളത്തെ എക്സ്പീരിയൻസ് ഉണ്ട് ആൾക്ക്, 5-8 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്.
അതിൽ നിന്ന് ആൾക്ക് മനസ്സിലാക്കാന്ന് വെച്ചാല് ആശുപത്രി ലൈഫിൽ കാച്ചിട്ടില്ല, അദ്ദേഹം സന്തോഷവാനല്ല, അവരെല്ലാവരുടെയും മുഖങ്ങൾ ഇത്തിരി സാഡാണ്. പക്ഷെ RCM ബിസിനസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഇവിടെ ഹാപ്പിനെസ് ഉണ്ട്, പ്ലസ് നമ്മൾ കാണുന്ന ഫേസുകൾ സന്തോഷമുള്ള ഫേസുകളാണെന്ന് പറയുന്നത്. അപ്പോ അപ്പോ അതുകൊണ്ടാണ് RCM എന്നുള്ള പ്രസ്ഥാനത്തിലേക്ക് അദ്ദേഹത്തിന്റെ ഡോക്ടർ ജോലി പോലും ഉപേക്ഷിച്ച് വരാണ്ടായ സാഹചര്യം. അതുപോലെ തന്നെ വേറൊരു കാര്യമാണ്, RCM എന്ന് വെച്ചാല് ആൺകുട്ടികൾ മാത്രം ചെയ്യുന്നൊരു, അല്ലെങ്കിൽ ആണുങ്ങൾ മാത്രം ചെയ്യുന്ന ഒരു ബിസിനസ് ആയിട്ടാണ് ഒരു മിത്ത്, അതായത് ആൾക്കാർ ചിന്തിക്കുന്നതാണ് പറഞ്ഞത്. ഇപ്പോ നമ്മൾ കേരളത്തിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, ഇപ്പൊ ഒരു പ്രോഗ്രാമിന് വരികയാണെങ്കിൽ കൂടുതൽ റെപ്രസെന്റേഷനും ലേഡീസിന്റെ ഭാഗത്തു നിന്നാണ് നമുക്ക് കിട്ടാറുള്ളത്. സോ കേരളത്തിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ പ്രശ്നമുള്ള കാര്യമല്ല. പക്ഷെ നമ്മൾ നോർത്ത് ഇന്ത്യ ഓൾ ഇന്ത്യ വൈസ് നോക്കുകയാണെങ്കിൽ നമ്മളൊരു പ്രോഗ്രാമിന് പോവുകയാണെങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതൽ എന്താ പറയാ കാണാൻ സാധിക്കുന്നത് ജെൻസിനെയാണ്. സോ അതിനൊരു ഉത്തരം പറഞ്ഞത് ഒരു പെൺകുട്ടിയാണ്. അപ്പോ അദ്ദേഹം നമ്മുടെ ഒരു സീനിയർ ആയിട്ടുള്ള ലീഡറിന്റെ മകളാണ്, പേര് കറക്റ്റ് ഞാൻ ഓർക്കുന്നില്ല. നമ്മുടെ കോർ ലീഡറിന്റെ ഒരു മകളാണ് അദ്ദേഹം. മാഡം വർക്കിംഗ് ആയിട്ടുള്ള ആളാണ്. മാഡം RCMലേക്ക് ഫുൾ ആയിട്ട് ഇൻവോൾവ് ചെയ്ത് വന്നിട്ടുള്ള ഒരു മാഡമാണ് അതിന് മറുപടി പറഞ്ഞത്. അതുപോലെ തന്നെ വേറൊരു യൂത്തിന്റെ പ്രോഗ്രാം ആയതുകൊണ്ട് യൂത്തിനെ RCMലേക്ക് അട്രാക്ട് ചെയ്യുന്ന കാര്യങ്ങളായിരിക്കും ഡിസ്കസ് ചെയ്യാം. അപ്പൊ അടുത്ത ഡിസ്കഷൻ എന്താണെന്ന് വെച്ചാൽ RCMയിൽ കൂടുതൽ അങ്കിൾമാരും ആൻഡ് ആന്റിമാരും മാത്രമേ ഉള്ളൂ എന്നാണ് അവർ പറഞ്ഞത്. സോ അത് തെറ്റായിട്ടുള്ള കാര്യം. ഇഷ്ടംപോലെ യങ്സ്റ്റേഴ്സ്, ഇഷ്ടംപോലെ അച്ചീവേഴ്സിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അത് മനസ്സിലാക്കാൻ പറ്റി. അതേപോലെ തന്നെ സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാർ RCMയിൽ വന്നാൽ സക്സസ്ഫുൾ ആവുന്നില്ല എന്നൊരു കാര്യം പറഞ്ഞു. അതിനൊരു ഉത്തരം പറഞ്ഞാൽ ഒരു ബിസിനസ് നടത്തി ഓൾറെഡി സക്സസ്ഫുൾ ആയിട്ട് റണ്ണിങ് ആവുന്ന ഒരു വലിയ ബിസിനസിന്റെ നമ്മുടെ ഒരു കോർ ലീഡർ തന്നെയാണ് അദ്ദേഹം. ഫുൾ ആയിട്ട് RCMയിലേക്ക് വന്ന ഒരാളാണ്. അദ്ദേഹത്തിന്റെ ഒരു മകനാണ് അതിനെക്കുറിച്ച് കറക്റ്റ് ആയിട്ടുള്ള മറുപടി പറഞ്ഞത്. സോ അദ്ദേഹം കൃത്യമായിട്ട് പറഞ്ഞു, ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ബിസിനസ് നടത്തുന്ന ആളാണെങ്കിൽ അദ്ദേഹത്തിന് കുറച്ചുകൂടിയും അദ്ദേഹത്തിന്റെ ലൈഫ് നല്ല രീതിയിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ RCMയിൽ വന്നിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് സക്സസ്ഫുൾ ആവാൻ പറ്റുന്നുള്ള കാര്യം പറഞ്ഞത്. അതുപോലെ തന്നെ സെയിൽസ് മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് RCMയിൽ കൂടുതൽ സക്സസ് ആവാൻ പറ്റുന്ന ഒരു കമന്റ് പോലെ പറഞ്ഞു. അതിനും ഒരു ഉത്തരം പറഞ്ഞത് സെയിൽസ് മാത്രമല്ല, ഏത് പ്രൊഫഷണൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്കും കറക്റ്റ് ആയിട്ടൊരു സ്കിൽ സെറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് RCMയിൽ വിജയിക്കാമെന്ന് പറഞ്ഞത്. ഇങ്ങനെ കുറെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറെ കാര്യങ്ങളൊക്കെ അവിടുത്തെ ഡിസ്കഷൻ ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ എല്ലാ അച്ചീവ്മെന്റിനും ഒരു റെക്കഗ്നിഷൻ അവിടെ നടന്നിരുന്നു. അതായത് ഒന്നാമത്തെ റെക്കഗ്നിഷൻ അവിടെ നടന്നിരുന്നു വെച്ചാല് 30 വയസ്സിന് താഴെയുള്ള റോയൽറ്റി അച്ചീവേഴ്സ്, അതായത് സെൽഫ് ഐഡിയിൽ പേര് നോക്കുമ്പോൾ 30 വയസ്സിന് താഴെയാണെങ്കിൽ അവരുടെ ബിസിനസ് കൂടി ചെക്ക് ചെയ്യുമ്പോൾ റോയൽറ്റി അച്ചീവ്മെന്റ് എത്തിയിരുന്നെങ്കിൽ മാത്രമാണ് അവർക്ക് റെക്കഗ്നിഷൻ ഉള്ളത്. അങ്ങനെ റെക്കഗ്നിഷൻ ഉള്ള ഏകദേശം 250ഓളം ആളുകൾ ഉണ്ടായിരുന്നു ലിസ്റ്റിൽ. സോ ഏകദേശം ഒരു 200ഓളം ആളുകൾ പങ്കെടുത്തിട്ടുണ്ട്. അപ്പൊ അവരുടെ ഒരു നല്ലൊരു റെക്കഗ്നിഷൻ ആയിരുന്നു. അതിനുശേഷം നമ്മുടെ 30 വയസ്സിന് താഴെയുള്ള ടെക്നിക്കൽ അച്ചീവേഴ്സിന്റെ റെക്കഗ്നിഷൻ ഉണ്ടായിരുന്നു. അത് നല്ലൊരു സംഭവമായിരുന്നു. കാരണം വെച്ചാൽ അതായത് 30 വയസ്സിന് താഴെ ടെക്നിക്കൽ അച്ചീവർ ആവുക, അത് ഏകദേശം 70ഓളം പേരുണ്ടായിരുന്നു കറക്റ്റ് ലിസ്റ്റിൽ. പക്ഷെ എല്ലാവരും പങ്കെടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോ അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്രോഗ്രാം ആയിരുന്നു. ഇപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം, നമുക്ക് ഇവിടുന്ന് കേരളത്തിൽ നിന്ന് തന്നെ ധാരാളം അച്ചീവേഴ്സ് ഉണ്ട്. ടെക്നിക്കൽ അച്ചീവേഴ്സ് ആയിട്ട് 30 വയസ്സിന് താഴെ നമ്മുടെ അക്ഷയ് കുമാർ സാർ, ഹരിപ്പാട്. അപ്പോ സാറൊക്കെ അതിനൊരു കറക്റ്റ് ആയിട്ടുള്ള മാതൃകയാണ്. കാരണം എന്ന് വെച്ചാൽ നമ്മൾ കേരളത്തിൽ നിന്ന് ഭയങ്കര റെപ്രസെന്റേഷൻ ഉണ്ടായിരുന്നു. അപ്പോ നമുക്കും എത്രയും പെട്ടെന്ന് നമ്മുടെ കൂടെ വരുന്ന യങ്സ്റ്റേഴ്സിനെ ഒരു ടെക്നിക്കൽ അച്ചീവർ ആക്കാനുള്ള ഒരു കാര്യങ്ങളൊക്കെ ആയിരുന്നു ഇന്നത്തെ പ്രോഗ്രാമിൽ മെയിൻ ആയിട്ട് പറഞ്ഞത്. അതുപോലെ തന്നെ നമുക്കറിയാം, നമ്മുടെ സൗരവ് സാറിന്റെ ഒരു സെഷൻ ഉണ്ടായിരുന്നു, പ്രിയങ്ക മാഡത്തിന്റെ ഒരു സെഷൻ ഉണ്ടായിരുന്നു. പ്രിയങ്ക മാഡത്തിന്റെ ഒരു സെഷൻ എന്ന് വെച്ചാൽ നമുക്കറിയാം, ഒരു വുമൺ എംപവർമെന്റ് പ്ലസ് നമ്മുടെ ഇന്ന് നമ്മുടെ ഹൈജീൻ ഡേ ആണ്. സോ ഹൈജീൻ ഡേനെ കുറിച്ചുള്ള ഒരു ചെറിയ സെഷൻ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ കീസോളിൽ വരാൻ പോകുന്ന പുതിയ പ്രൊഡക്റ്റിന്റെ ഒരു ഡെമോ കൂടി അവിടെ കാണിച്ചിരുന്നു. അപ്പോ എല്ലാവരും ആ പ്രൊഡക്റ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. കാരണം വെച്ചാൽ നമുക്കിപ്പോ നമ്മൾ ഫോട്ടോയിൽ കണ്ടിട്ടുണ്ടാവും ഏതാണ് പുതിയ പ്രൊഡക്റ്റ് വരാൻ പോകുന്നുള്ളത്. അപ്പൊ എല്ലാവരും ത്രിൽഡ് ആണ്. കൂടുതൽ ഡീറ്റെയിൽസ് ജസ്റ്റ് ഒരു ഫോട്ടോ മാത്രമേ കാണിച്ചുള്ളൂ, കാരണം ഇതാണ് വരാൻ പോകുന്നത് മാത്രമേ പറഞ്ഞുള്ളൂ. സോ എല്ലാവരും അതിനുവേണ്ടി നന്നായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുക. നല്ലൊരു ഏറ്റവും ഇമ്പോർട്ടൻറ്റ് നമ്മുടെ ബിസിനസ് കൂട്ടാൻ പാകത്തിനുള്ള ഒരു കീസോളിന്റെ പ്രൊഡക്റ്റ് ആണ് വരാൻ പോകുന്നത്. എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്ന ഒരു പ്രൊഡക്റ്റ് കൂടിയാണ് വരാൻ പോകുന്നത്. സോ എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുക. അതുപോലെ തന്നെ നമ്മുടെ സൗരവ് സാറിന്റെ ഒരു ക്ലാസ് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ക്ലാസ് എനിക്ക് കുറച്ചുകൂടി എന്താ പറയാ ഉൾക്കൊള്ളാൻ പറ്റിയ കാര്യം പറയും. കാരണം നമ്മൾ ചെയ്യാത്ത കുറെ കാര്യങ്ങളാണ് അദ്ദേഹത്തിന്റെ ക്ലാസ്സിൽ പറഞ്ഞത്. ഇപ്പൊ നമുക്കറിയാം, RCM 25ാമത്തെ വർഷത്തിലാണ്. നമ്മൾ കുറച്ചുകൂടി സ്പീഡിൽ ഓടേണ്ട സമയമായിട്ടുണ്ട്. അപ്പൊ ആ സ്പീഡിൽ ഓടാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാം എന്നുള്ള കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞത്. ഒന്നാമത്തെ കാര്യം പറഞ്ഞു വെച്ചാല്, നമ്മൾ ഈ പ്രോഗ്രാമിൽ ഇപ്പൊ പങ്കെടുക്കുന്ന എത്ര ആൾക്കാർ നമ്മുടെ ഒഫീഷ്യൽ വെബ്സൈറ്റും നമ്മുടെ ആപ്പും കൃത്യമായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്? ഈ ചോദ്യമാണ് ആള് അവിടെ ചോദിച്ചത്. അപ്പൊ ധാരാളം ആൾക്കാർ
കൈയുയർത്തി. അതിൽ നിങ്ങൾ കൃത്യമായിട്ട് എല്ലാ മാസവും ഡാറ്റ അനലൈസ് ചെയ്യുന്നുണ്ട്. അതായത് നമുക്ക് നമ്മുടെ സൈറ്റിലൊക്കെ ആയിട്ടുണ്ടെങ്കിൽ ഇഷ്ടംപോലെ ഡാറ്റാസ് അവൈലബിൾ ആണ് നമ്മുടെ ബിസിനസിന്റെ. ഇപ്പൊ നമ്മൾ കറക്റ്റ് ആയിട്ട് ഡാറ്റ ഉപയോഗിച്ച് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ സമയം കുറെ ലാഭിക്കാൻ പറ്റും. അത് കറക്റ്റ് ആയിട്ട് നമുക്ക് എത്തേണ്ട സ്ഥലത്ത് ആൾക്കാരിലേക്ക് എത്താനും പറ്റും. അപ്പോ അത് നമ്മുടെ ബിസിനസ് കൂട്ടാൻ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് നമ്മളെ ഡാറ്റ നോക്കി വർക്ക് ചെയ്യുന്നത്. ഇപ്പൊ നമ്മള് നമ്മുടെ വെബ്സൈറ്റിൽ കയറിയിട്ടുണ്ടെങ്കിൽ അതില് പർച്ചേസർ ഇൻ ഗ്രൂപ്പ് എന്ന് പറഞ്ഞൊരു മിനിമം ആയിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. ഒരു സിമ്പിൾ ഓപ്ഷൻ ഉണ്ട്. അതിൽ കുറെ കാര്യങ്ങൾ നമുക്ക് അറിയാൻ പറ്റും. നമുക്ക് കൺസിസ്റ്റന്റ് ആയിട്ട് 5000 വ്യൂ ചെയ്യുന്ന ആൾക്കാർ, ഓരോ ആൾക്കാര് എത്ര പീരീഡ് സാധനം ഈ മാസം മേടിച്ചിട്ടുണ്ട്, അതുപോലെ ഏതൊക്കെ സെഗ്മെന്റ്, ഇപ്പൊ ഗുഡ് ഡോട്ടിന്റെ, ന്യൂട്രിചാർജിന്റെ, തുളസി പെയിന്റെ ഏതൊക്കെ സെഗ്മെന്റ് ഉൽപ്പന്നങ്ങൾ എത്ര പി വെച്ച് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് കറക്റ്റ് ആയിട്ടൊന്ന് അനലൈസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബിസിനസ് എവിടെ നിന്നൊക്കെയാണ് വരുന്നത് മനസ്സിലാക്കാൻ പറ്റിയാൽ അതിൽ നമുക്ക് കൂടുതൽ ഫോക്കസ് ചെയ്യാൻ, നമുക്ക് കൂടുതൽ റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഡാറ്റ ഉപയോഗിച്ചിട്ട് വർക്ക് ചെയ്യാനാണ് അദ്ദേഹം പറഞ്ഞത്. ഇപ്പൊ നമ്മുടെ ഇന്നത്തെ പ്രോഗ്രാമിൽ ആരെങ്കിലും പങ്കെടുക്കുന്നതിൽ ആർക്കെങ്കിലും ആ കറക്റ്റ് ആയിട്ട് ഉപയോഗിക്കാൻ അറിയില്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നമ്മുടെ കുറെ യൂട്യൂബ് വീഡിയോസ് ഉണ്ട് അവൈലബിൾ ആണ് എങ്ങനെ അത് ഉപയോഗിക്കുന്നുള്ളത്. അതേപോലെ തന്നെ നമ്മുടെ ലീഡേഴ്സ് ആയിട്ട് സംസാരിക്കാം. സാർ, എനിക്ക് ഇങ്ങനെ കുറിച്ചൊന്നും അറിഞ്ഞ കാര്യമുണ്ട്, എനിക്ക് കുറച്ചുകൂടി അത് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് എന്റെ ബിസിനസ് ഡെവലപ്പ് ചെയ്യാൻ പറ്റും എനിക്ക് വിശ്വാസം ഉണ്ടെന്നുള്ള തോന്നുന്ന എല്ലാവർക്കും അത് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അപ്പൊ നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ഡാറ്റ നമ്മൾ അനലൈസ് ചെയ്യാൻ നോക്കുക. അതുപോലെ അദ്ദേഹം പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചാൽ ULP ക്യുക്ക് മാക്സിമം നടത്താൻ നോക്കുക. ഇപ്പോ കേരളത്തിൽ 1200-ലധികം ആക്റ്റീവ് ആയിട്ടുള്ള ഷോപ്പുകളുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ ബിസിനസ് ഏറ്റവും കൂടുതൽ ബിൽഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലം എന്ന് വെച്ചാൽ നമ്മുടെ ഷോപ്പാണ്. കാരണം വെച്ചാൽ നമ്മളിപ്പോ ഒരു ഹോളിൽ ഒരു പ്രോഗ്രാം നടത്തണമെങ്കിൽ അതിൻ്റെതായ ചെലവുകളുണ്ട്. പക്ഷെ നമ്മുടെ ഷോപ്പിൽ, നമ്മുടെ വണ്ടർ വേൾഡ് ക്യുക്കിലൊക്കെ ഒരു പ്രോഗ്രാം നടത്താൻ നമുക്ക് ചെലവ് വളരെ കുറവാണ്. ഇപ്പൊ നമുക്ക് പുതിയൊരു കസ്റ്റമേഴ്സിനെ നമുക്കിപ്പോ അറിയാം, നമ്മുടെ ബിസിനസ് കൂടുന്ന എപ്പോഴാണെന്ന് വെച്ചാൽ നമ്മുടെ കസ്റ്റമേഴ്സ് കൂടുമ്പോഴാണ്. നമ്മുടെ ടീമിൽ വരുന്ന ആൾക്കാരുടെ എണ്ണം, പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്ന ആൾക്കാരുടെ എണ്ണം കൂടുമ്പോഴാണ് നമ്മുടെ ബിസിനസ് വർദ്ധിക്കുന്നത്. സോ അതിന് ഏറ്റവും നമ്മൾ ഹെൽപ്പ് ചെയ്യാൻ പോകുന്നത് ആളുകൾക്ക് RCMനെ കുറിച്ചും അതുപോലെ തന്നെ നമ്മുടെ RCM ഉൽപ്പന്നങ്ങളെ കുറിച്ചുള്ള കറക്റ്റ് അറിവ് കൊടുക്കാൻ പറ്റുമ്പോഴാണ്. ആ കറക്റ്റ് അറിവ് കൊടുക്കാൻ വേണ്ടി പ്രോപ്പർ ആയിട്ടൊരു സിസ്റ്റമാണ് ULP ക്യുക്ക് എന്ന് വെച്ചാൽ. അപ്പൊ ULP ക്യുക്ക് നമ്മൾ കറക്റ്റ് ആയിട്ട് നമ്മുടെ ടീമിലും നമ്മുടെ കൂടെ വന്ന ഷോപ്പിലും കറക്റ്റ് ആയിട്ട് നടത്താൻ നോക്കുക. അതിൽ നമുക്ക് നല്ലൊരു ബിസിനസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ആ ഷോപ്പിന്റെ സെയിൽ കൂടും, ആ ഷോപ്പായിട്ട് ബന്ധപ്പെട്ടുള്ള ആൾക്കാരുടെ മീൻസ് ആ ടീമിലുള്ള ആൾക്കാരുടെ എണ്ണം കൂടും, അപ്പൊ ടോട്ടൽ ബിസിനസ് കൂടും. അപ്പോൾ ഏറ്റവും നല്ലൊരു സിസ്റ്റമാണ്, ഏറ്റവും സിമ്പിൾ ആയിട്ടൊരു സിസ്റ്റമാണ് ULP ക്യുക്ക്. എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതാണ്. ഇപ്പൊ കറക്റ്റ് ആയിട്ടുള്ള വീഡിയോസ് ഒക്കെ നമുക്ക് അതിനുവേണ്ടി അസിസ്റ്റ് ചെയ്തിട്ടാണ് നമ്മുടെ മാനേജേഴ്സ് ഒക്കെ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. സൗത്ത് കേരളയിലും നോർത്ത് കേരളയിലും ഒക്കെ ആയിട്ട്. അതുപോലെ തന്നെ നമ്മുടെ പ്രവീൺ സാറൊക്കെ നമുക്ക് അവൈലബിൾ ആണ് നമുക്ക് ആ പ്രോഗ്രാം ഹെൽപ്പ് ചെയ്യാനായിട്ട്. അതുപോലെ നമ്മുടെ ലീഡേഴ്സും അവൈലബിൾ ആണ്. അപ്പൊ നമുക്കിപ്പോ ധാരാളം ഷോപ്പിലെ ആൾക്കാർ ഇപ്പൊ ലീഡേഴ്ഷിപ്പ് നമുക്ക് വീഡിയോ ഓൺ ചെയ്തിരിക്കുന്നുണ്ട്. അപ്പൊ അവരുടെ ഷോപ്പിലൊക്കെ കുറച്ചുകൂടി സെയിൽ കൂട്ടണം, അവരുടെ ടീമിനെ ഡെവലപ്പ് ചെയ്യണം ആഗ്രഹിക്കുന്ന എല്ലാവരും തന്നെ ULP ക്യുക്ക് എന്താന്ന് കറക്റ്റ് ആയിട്ട് പഠിക്കുക. നിങ്ങളുടെ ഷോപ്പിൽ നടത്താൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ബിസിനസ് എന്തായാലും കൂട്ടാൻ പറ്റും. അപ്പൊ അത് നമ്മുടെ വിശാൽ സൗരവ് സാറ് പറഞ്ഞൊരു ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് എനിക്ക് മനസ്സിലായി. അപ്പോ ഈ മെയിൻ കാര്യമാണ് അദ്ദേഹം കൂടുതലായിട്ട് പറഞ്ഞത്. അതുപോലെ തന്നെ നമ്മുടെ രൂപാന്തര യാത്രയെ കുറിച്ചും അദ്ദേഹം ഒരു പറഞ്ഞായിരുന്നു. രൂപാന്തര യാത്രയിൽ നമുക്ക് കിട്ടാൻ പോണ അച്ചീവ്മെന്റ്, കുറെ ആൾക്കാർക്ക് അച്ചീവ്മെന്റ് ഉണ്ട്, വൈറ്റ് അച്ചീവേഴ്സിന് അച്ചീവ്മെന്റ് ഉണ്ട്, അതുപോലെ റോയൽറ്റി ടെക്നിക്കൽ അച്ചീവേഴ്സിനൊക്കെ അതിനൊരു സെലിബ്രേഷൻ പ്രോഗ്രാം ആണല്ലോ, അതിൽ അച്ചീവ്മെന്റ് കിട്ടാനുള്ള അർഹതയുണ്ട്. അപ്പൊ അതിന്റെ കാര്യങ്ങളൊക്കെ അദ്ദേഹം പറഞ്ഞിരുന്നു. സോ അപ്പോ നമ്മുടെ ടീമിലുള്ള ആൾക്കാരുടെ എണ്ണം കൂട്ടാം. ഇപ്പോ ഇതൊക്കെയാണ് എനിക്ക് ഇവിടുത്തെ പ്രോഗ്രാമിൽ മെയിൻ ആയിട്ട് മനസ്സിലായിട്ടുള്ള കാര്യങ്ങൾ. അതുപോലെ തന്നെ അതിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യം എന്ന് വെച്ചാല് നമ്മളിപ്പോ പല സെലിബ്രിറ്റീസിന്റെ ഒക്കെ ലക്ഷറിയസ് ആയിട്ടുള്ള ലൈഫ് സ്റ്റൈലൊക്കെ കാണാറുണ്ട്. അവര് എങ്ങനെയാണ് ജീവിക്കുന്നത്, അവരുടെ യാത്രകൾ, അവരുടെ ഫുഡുകൾ എല്ലാം കാണിക്കാറുണ്ട്. അതേപോലെ തന്നെ ഒരു അടിപൊളി വീഡിയോ പ്രസന്റേഷൻ നമ്മുടെ കോർ ലീഡേഴ്സിന്റെ ഫാമിലി ഉണ്ട്. അതായത് ഒരു കോർ ലീഡർ ആവാൻ നമുക്ക് സാധിച്ചാൽ എങ്ങനെയായിരിക്കും നമ്മുടെ ലൈഫ് എന്നുള്ള ഒരു വീഡിയോ റെപ്രസെന്റേഷൻ നല്ലൊരു അടിപൊളി വീഡിയോ ആയിരുന്നു. അതിൽ സെലക്ടഡ് ആയിട്ടുള്ള ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള കോർ ലീഡേഴ്സിന്റെ വീഡിയോസ് അതിൽ കാണാൻ പറ്റി. അപ്പൊ അവരെങ്ങനെയാണ് ജീവിക്കുന്നത്, അവരുടെ ഇപ്പൊ ഒരു ബേസിക് ആയിട്ട് പറയുന്നില്ല, അവര് എങ്ങനെയാണ് എങ്ങനത്തെ ഡ്രസ്സാണ് ധരിക്കുന്നത്, എങ്ങനത്തെ വീട്ടിലാണ് താമസിക്കുന്നത്, എങ്ങനത്തെ വാഹനമാണ് ഉപയോഗിക്കുന്നത്, എങ്ങനത്തെ ഫുഡ് ലൈഫ് സ്റ്റൈലാണ് അവരുടെ. അപ്പൊ അങ്ങനത്തെ ഒരു കാര്യം നമുക്ക് എല്ലാവർക്കും ഇഷ്ടം തോന്നുന്ന ഒരു കാര്യമാണ് അന്ന് അവർ കാണിച്ചത്. സോ അവർ ഉദ്ദേശിച്ചത് എന്താ വെച്ചാൽ നമുക്ക് RCMൽ നമ്മുടെ ഒരു കരിയർ ആയിട്ട് എടുത്ത് RCMന്റെ ഒരു കോർ ലീഡർ ആവാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അതുപോലത്തെ ഒരു ലൈഫ് സ്റ്റൈലിലേക്ക് എത്തിച്ചേരാൻ പറ്റും. അതിനുശേഷം ഇപ്പോൾ നമുക്കറിയാം, നമ്മുടെ ഇവിടുന്ന് കേരളത്തിൽ നിന്ന് ധാരാളം നമ്മുടെ കോർ ലീഡർമാരായിട്ടുള്ള 2 ലീഡേഴ്സ്, അതായത് നമ്മുടെ CR മൂർത്തി സാറും അഖില മാഡും ഡോക്ടർ ഹരിശങ്കറും, അതേപോലെ തന്നെ നമ്മുടെ സുജിത് കുമാർ സാറും ബിനി മാഡും
മകനും ഒക്കെ കോർ ലീഡേഴ്സ് ആയിട്ട് നമുക്ക് കേരളത്തിൽ നിന്നുണ്ട്. അതേപോലെ തന്നെ റൈസിംഗ് കോർ ലീഡേഴ്സ് ആയിട്ട് നമുക്ക് ഗിരീഷ് സാറ്, ബിനു സാറ്, ഹേമന്ത് സാറ്, അതുപോലെ തന്നെ ഗോകുമാർ സാർ, ഇങ്ങനെ എല്ലാവരും ഉണ്ട്. സോ അവരൊക്കെ ഇന്ന് അവിടെ ഡൽഹിയിൽ പ്രോഗ്രാമിന് ശേഷം കോർലീഡേഴ്സിന്റെയും റൈസിംഗ് കോർലീഡേഴ്സിന്റെയും മീറ്റിംഗിൽ ഉള്ള പ്രോഗ്രാമിലാണ്. അപ്പൊ നമുക്ക് അതിന്റെ വീഡിയോസ് ഒക്കെ നമ്മൾ കാണുന്നുണ്ടായിരിക്കും. അപ്പൊ നല്ലൊരു, അതായത് വരുന്ന 25ാമത്തെ ആനിവേഴ്സറി ഫംഗ്ഷൻ ആയിട്ടുള്ള തീരുമാനം എടുക്കാൻ വേണ്ടിയിട്ടാണ് അവരൊക്കെ എല്ലാം ഒത്തുകൂടിയിരിക്കുന്നത്. അപ്പോ നമുക്കും ഇതുപോലത്തെ ഒരു കോർ ലീഡർ ആവാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കും നമ്മുടെ ലൈഫ് കുറച്ചുകൂടിയും അടിപൊളിയായിട്ട് ജീവിക്കാൻ പറ്റുന്നുള്ളൊരു തെളിവാണ് അവർ നമുക്ക് കാണിച്ചു തരുന്നത്. അപ്പോ നമ്മൾ ഇപ്പൊ ഒരു കോർ ലീഡർ ആവണമെങ്കിൽ ഇഷ്ടംപോലെ, അതായത് ധാരാളം ആൾക്കാരുടെ ലൈഫിൽ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഇമ്പാക്ട് ഉണ്ടാക്കാൻ സാധിച്ചാൽ മാത്രമാണ് ഇപ്പോ ഒരു കോർ ലീഡർ ആവാൻ സാധിക്കുള്ളൂ. ഇപ്പൊ നമ്മുടെ കോർ ലീഡേഴ്സ് ഒക്കെ എത്തിയിരിക്കുന്നത് നമുക്ക് കൃത്യമായിട്ടൊരു നല്ലൊരു ലൈഫ് പ്രദാനം ചെയ്തുകൊണ്ടാണ് അവർക്ക് ഒരു കോർ ലീഡർ ആകാൻ പറ്റിയത്. അതേപോലെ തന്നെ നമുക്കും നമ്മുടെ കൂടെ വരുന്നവർക്ക് ഒരു നല്ലൊരു ലൈഫ് കൊടുക്കാൻ ആർച്ചിമിലൂടെ നല്ലൊരു ലൈഫ് നമുക്ക് കൊടുക്കാൻ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നമുക്കും കോർ ലീഡർ ആവാൻ പറ്റും. സോ നമുക്ക് നല്ലൊരു ലൈഫ് എൻജോയ് ചെയ്യാൻ പറ്റുന്നൊരു കാര്യങ്ങളൊക്കെ എനിക്ക് നടന്ന് മനസ്സിലാക്കാൻ സാധിച്ചിരുന്നു. പിന്നെ എനിക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് സ്ട്രൈക്ക് ചെയ്തൊരു കാര്യം എന്ന് വെച്ചാല്, ഞാൻ എന്റെ കുറെ ഫ്രണ്ട്സിനോട്, അതായത് ബിസിനസ് ചെയ്യാൻ, ഇപ്പൊ നമ്മളൊരു പുതിയൊരു പ്രോസ്പെക്റ്റിനെ കാണുമ്പോൾ അതിൽ ബിസിനസ് ചെയ്യാൻ താല്പര്യമുള്ള കുറെ ആൾക്കാരുണ്ടാവും. അപ്പൊ അവരോട് ഞാൻ പറയാറുള്ള കാര്യം എന്ന് വെച്ചാൽ, നമുക്ക് ആർസിഎം ബിസിനസിനെ ഒരു സ്റ്റാർട്ടപ്പ് എന്നുള്ള രീതിയിൽ നമുക്ക് എടുക്കാൻ സാധിക്കും. ഇപ്പോ ഒരു കട തുടങ്ങിയിട്ട് ഞാനൊരു സ്റ്റാർട്ടപ്പ് തുടങ്ങിയെന്ന് പറയുന്നത് ഒരു അർത്ഥമില്ല. അത് സ്റ്റാർട്ടപ്പിന്റെ ഒരു കറക്റ്റ് ആയിട്ടുള്ള സിസ്റ്റം അല്ല. ഒരു സ്റ്റാർട്ടപ്പ് എന്ന് വെച്ചാൽ അത് സ്കെയിൽ ചെയ്യാൻ പറ്റണം. അതായത് പല സ്ഥലങ്ങളിലേക്ക് ബിസിനസ് വളർത്താൻ സാധിക്കണം. മാത്രമല്ല അത് ഒരു ടെക്നോളജി ഡ്രിവൺ ആയിട്ടുള്ള സംഭവമായിരിക്കണം. നമുക്കറിയാം നമ്മുടെ ബിസിനസ് എന്ന് വെച്ചാൽ ഇന്ത്യ മുഴുവൻ സ്കെയിൽ ചെയ്യാൻ പറ്റും, ഭാവിയിൽ ലോകം മുഴുവൻ പറ്റും. അതേപോലെ തന്നെ നമ്മുടെ ആപ്പ്, നമ്മുടെ വെബ്സൈറ്റ് എല്ലാം അടിപൊളിയായിട്ട് നല്ല ടെക്നോളജി ഉള്ള ആപ്പുകളാണ്. അപ്പൊ അതിന്റെ ഗുണം എന്താ വെച്ചാൽ, ഇപ്പൊ എനിക്ക് പ്രോഗ്രാമിൽ പോയപ്പോൾ വളണ്ടിയർ ആവാൻ പറ്റിയതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇന്ത്യയിലത്തെ പല സ്ഥലങ്ങളിലുള്ള ആൾക്കാരായിട്ട് പരിചയപ്പെടാൻ പറ്റി. എനിക്ക് ഇപ്പൊ ഒരു കൊൽക്കത്തയിൽ നിന്നുള്ള ഒരു സൗഗത്താറ എന്ന് പറഞ്ഞൊരു പിളച്ചിവരായിട്ട് പരിചയപ്പെടാൻ പറ്റി. അതുപോലെ അരുണാചൽ പ്രദേശത്ത് നിന്ന് ഒരു പുഷ്പ കുമാർ എന്നൊരു മാഡായിട്ട് പരിചയപ്പെടാൻ പറ്റി. ഇവരൊക്കെ 30 വയസ്സിന്റെ താഴെയുള്ള ആൾക്കാരാണ്. അതുപോലെ പഞ്ചാബിൽ നിന്നുള്ള ഹിമാൻഷു വർമ്മ സാറായിട്ട് പരിചയപ്പെടാൻ പറ്റി. അതുപോലെ നമ്മുടെ മധുസുധി മാഡായിട്ട് സംസാരിക്കാൻ പറ്റി. അങ്ങനെ കുറെ ആൾക്കാരായിട്ട് നല്ലൊരു ബന്ധം ഉണ്ടാക്കാൻ എനിക്ക് സാധിച്ചു. അത് ഭാവിയിൽ എന്തെങ്കിലും എനിക്കൊരു അവസരം കിട്ടുകയാണെങ്കിൽ, ഇപ്പൊ നോർത്ത് ഇന്ത്യയിലേക്കൊക്കെ ബിസിനസ് കൊണ്ടുവരാൻ അവസരം കിട്ടുകയാണെങ്കിൽ അത് എനിക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. കാരണം അവരെല്ലാവരും പറഞ്ഞതെന്ന് വെച്ചാൽ, ഞാൻ അവരോട് നമ്മുടെ പ്രോഗ്രാം കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ പറഞ്ഞ കാര്യം, വളരെയായിട്ട് വർക്ക് ചെയ്ത എല്ലാവരും പറഞ്ഞ കാര്യം, എല്ലാവരോടും കേരളത്തിലേക്ക് വരാനാണ് ആവശ്യപ്പെട്ടത്. നിങ്ങൾ നിങ്ങളുടെ ബിസിനസ് ആയിട്ട് കേരളത്തിലേക്ക് വരൂ. അപ്പോ നമുക്ക് നമ്മുടെ ബിസിനസ് ആയിട്ട് അങ്ങോട്ട് പോകാനുള്ള ഒരു അവസരം കിട്ടാണല്ലോ. അപ്പൊ അതിനുവേണ്ടി അങ്ങനെ പറഞ്ഞു. അതിൽ കുറെ ആൾക്കാരൊക്കെ വരാമെന്നും പറഞ്ഞിട്ടുണ്ട്. മീൻസ് വരാൻ ബിസിനസ് ആയിട്ട് തന്നെ വരാമെന്നുള്ള ഉദ്ദേശത്തിലാണ് പറഞ്ഞത്. ചെറിയ ചെറിയ ലിങ്കുകൾക്ക് വർക്കുണ്ട്. അപ്പോ മാക്സിമം ഒന്ന് കണക്ട് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതെനിക്ക് സ്കെയിലബിലിറ്റി, നമുക്ക് നമ്മുടെ ബിസിനസ് ഇന്ത്യയിൽ എല്ലായിടത്തേക്ക് എത്തിക്കാനുള്ള ഒരു അവസരമുണ്ട്. അതേപോലെ തന്നെ ടെക്നോളജി, നമ്മുടെ കയ്യിലേക്ക് ടെക്നോളജി, ഇപ്പോൾ നമ്മുടെ POS ആപ്പ് ആയാലും, ഇപ്പൊ നമ്മളൊരു സാധാരണ ഒരു സൂപ്പർ മാർക്കറ്റ് കൊടുക്കണമെങ്കിൽ നമ്മളൊരു ആപ്പ് ബിൽഡ് ചെയ്യണം. നമ്മളൊരു ഒരു എന്താ പറയാ, ഒരു ആപ്പൊക്കെ ബിൽഡ് ചെയ്യുന്ന ഒരു കമ്പനീനെ പോയി കണ്ട് എത്ര രൂപ കൊടുത്താൽ മതി, ഒരു 10,000 30,000 രൂപ കൊടുത്താൽ മാത്രമാണ് നമുക്കൊരു ആപ്പ് ഉണ്ടാക്കി എടുക്കാൻ പറ്റുള്ളൂ. അത് എന്തിനാണ്, നമ്മുടെ ബിൽഡിങ്ങിനൊക്കെ വേണ്ടിയിട്ട്. നമ്മൾ സാധാരണ സൂപ്പർ മാർക്കറ്റ് കൊടുക്കാനുള്ള കാര്യങ്ങൾ പറഞ്ഞത്. പക്ഷെ നമ്മുടെ നോക്കുകയാണെങ്കിൽ, നമ്മുടെ RCMന്റെ ഒരു ഷോപ്പ് തുടങ്ങുകയാണെങ്കിൽ എത്ര രൂപ വിലയുള്ള ഒരു ആപ്പാണ് നമ്മുടെ കയ്യിലേക്ക് നമുക്കറിയില്ല. അതുപോലത്തെ ഒരു ആപ്പ് ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ ലക്ഷങ്ങൾ മുടക്കേണ്ടി വരും. ലക്ഷങ്ങളല്ല, അതിന് മേലെ ചിലപ്പോൾ മുടക്കേണ്ടി വരും. കാരണം ആപ്പൊക്കെ ടെക്നോളജി വൈസ് ഉള്ള ആപ്പുകളൊക്കെ ഉണ്ടാക്കാനായിട്ട് ഭയങ്കര ചെലവാണ്. സോ അത് നമുക്ക് ഫ്രീ ആയിട്ട്, ഷോപ്പ് തുടങ്ങാൻ ചെലവുണ്ട്, ചെലവെന്ന് വെച്ചാൽ നമുക്ക് ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്. പക്ഷേ ആ ആപ്പ് നമുക്ക് ഫ്രീ ആയിട്ടാണ് കിട്ടുന്നത്. സോ ആ ആപ്പ് നമ്മൾ കറക്റ്റ് ആയിട്ട് ഉപയോഗിക്കാൻ നോക്കാം, ആപ്പിലുള്ള ഗുണങ്ങളൊക്കെ നമ്മൾ അനുഭവിക്കാൻ നോക്കാം. സോ അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അത്. മാത്രമല്ല, ഒരു സ്റ്റാർട്ടപ്പ് ആണെങ്കിൽ ടെക്നോളജി വേണം, സ്കെയിലപ്പ് ചെയ്യാൻ പറ്റണം, പ്ലസ് മന്ത് ഓൺ മന്ത് എല്ലാ മാസം ഗ്രോത്ത് ഉണ്ടാവണം. നമ്മളൊന്ന് കറക്റ്റ് ആയിട്ട് ചിന്തിക്കുകയാണെങ്കിൽ, വർക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എല്ലാ മാസം ഗ്രോത്ത് ഉണ്ടാക്കാൻ പറ്റും. എനിക്കും ചില മാസങ്ങളൊന്നും ഗ്രോത്ത് ഉണ്ടാക്കാൻ പറ്റാറില്ല. ചില മാസം കുറയാറുണ്ട്, ചില മാസം സ്റ്റേബിൾ ആയി നിൽക്കാറുണ്ട്, പക്ഷെ ചില മാസം ഗ്രോത്ത് ഉണ്ടാവാറുണ്ട്. പക്ഷേ ഞാൻ ഒന്ന് മനസ്സിലാക്കിയപ്പോൾ എനിക്ക് മനസ്സിലായെന്ന് വെച്ചാൽ, ഞാൻ ആദ്യം എന്റെ ബിസിനസ്സിലേക്ക് കൊടുക്കുന്ന സമയം കുറച്ച് കുറവാണ്. മാത്രമല്ല, അപ്പൊ അത് കൂട്ടാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ എനിക്ക് കുറച്ചുകൂടി അതിൽ പ്രൊഡക്ടിവിറ്റി ഉണ്ടാക്കാൻ പറ്റുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സോ ഇതൊക്കെയാണ് മെയിൻ ആയിട്ട് എനിക്ക് കുറച്ച് മനസ്സിലായിട്ടുള്ള കാര്യങ്ങൾ. ഇനി ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യം എന്താ വെച്ചാൽ, നമ്മുടെ ഈ പ്രാവശ്യം നമ്മുടെ സുരേന്ദ്രഭട്ട് സാർ നമുക്ക് ചാലക്കുടിയിൽ 19-ാം തീയതി പ്രോഗ്രാമിന് ഉണ്ടായിരുന്നു. അദ്ദേഹം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറെ കാര്യങ്ങളാണ് മനസ്സിലാക്കി തന്നത്. അപ്പോൾ അത് എന്റെ ജീവിതത്തിലേക്ക്, ലൈഫിലേക്ക് ഇംപ്ലിമെന്റ് ചെയ്യാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എന്റെ ബിസിനസ്സിലേക്ക് ഇംപ്ലിമെന്റ് ചെയ്യാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം,
ഇങ്ങനെ ഒരു പ്രോഗ്രാം ഇപ്പൊ നെക്സ്റ്റ് ജനറേഷൻ പ്രോഗ്രാമിൽ പങ്കെടുത്ത ആൾക്കാർക്കൊക്കെ മനസ്സിലായ കാര്യം എന്താണെന്ന് വെച്ചാൽ ആർസിഎം ഒരു കരിയർ ഓപ്ഷൻ ആയിട്ട് എടുത്താൽ നിങ്ങളുടെ ലൈഫ് കുറച്ചുകൂടി ഹാപ്പിയും സമാധാനമായിട്ടുള്ള ലൈഫായിരിക്കും. മറ്റേത് ബിസിനസ് എടുത്താലും നിങ്ങൾക്ക് പൈസ കൂടുതൽ ഉണ്ടാക്കാനൊക്കെ പറ്റും. എന്തായാലും ഒരു മുട്ടുസൂചി നമ്മുടെ റൂബി സാറ് പറഞ്ഞ പോലെ, രഞ്ജി സാറ് പറഞ്ഞ പോലെ ഒരു മുട്ടുസൂചി വിറ്റ ബിസിനസ് നടത്തിയാൽ പോലും നല്ലൊരു വരുമാനം ഉണ്ടാക്കാൻ പറ്റും. പക്ഷേ അതിൽ വരുമാനം മാത്രമേ കിട്ടുള്ളൂ. പക്ഷേ ആർസിഎമ്മിൽ കിട്ടുന്ന പല കാര്യങ്ങളും അതിൽ കിട്ടില്ല. സോ ആർസിഎം ബിസിനസ് ചെയ്ത് നിങ്ങളൊരു കരിയർ ഓപ്ഷൻ ആയിട്ട് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സന്തോഷവും സമാധാനമായിട്ടൊരു ലൈഫ് ഉണ്ടാവുന്നതാണ് എനിക്ക് ഇന്നത്തെ നമ്മുടെ നെക്സ്റ്റ് ജനറേഷൻ ഇവന്റ് പോയപ്പോൾ മനസ്സിലായുള്ള കാര്യം. അതിന് നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് ഇപ്പൊ ആർസിഎമ്മിക്ക് വരുന്ന ആൾക്കാർ പല കാറ്റഗറി ആൾക്കാരാണ്. ഇപ്പൊ എന്നും സെയിൽസിന് പോയിട്ട് വരുന്ന അല്ലെങ്കിൽ നെറ്റ്വർക്കിന്റെ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആൾക്കാരല്ല കൂടുതലും വരുന്നത്. സാധാരണക്കാരായ ആൾക്കാരാണ് ഏറ്റവും കൂടുതൽ വരുന്നത്. പ്രൊഫഷണൽ ആൾക്കാരും വരുന്നുണ്ട് ഇഷ്ടം പോലെ. സോ ഇപ്പൊ ഞാൻ പഠിച്ചത് എഞ്ചിനീയറിംഗ് ആണ്. ഞാൻ ബിടെക് ഓട്ടോമൊബൈലാണ് പഠിച്ചത്. ഇപ്പൊ ആ ഒരു മൈൻഡ് സെറ്റും ആ ഒരു സ്കിൽ സെറ്റോട് കൂടി ഞാൻ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ എനിക്ക് സക്സസ്ഫുൾ ആവാൻ പറ്റില്ല. പക്ഷെ ഞാൻ ആർസിഎമ്മിന് വേണ്ട കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മാത്രം ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് കുറച്ചുകൂടി ആർസിഎമ്മിൽ വിജയിക്കാൻ സാധിക്കും. അങ്ങനെ കുറച്ച് കാര്യങ്ങളിലേക്ക് ഞാൻ കുറച്ചുകൂടി സീരിയസ് ആയിട്ട് ഒരു ഇറങ്ങാനുള്ള തീരുമാനം എടുത്തിട്ടുണ്ട്. അതിൽ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലക്ഷ്യം എന്ന് വെച്ചാൽ ആർസിഎമ്മിൽ വിജയിക്കുന്നുണ്ടെങ്കിൽ നമ്മളെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്ന നമ്മുടെ ഉൽപ്പന്നങ്ങളാണ്. ഉൽപ്പന്നങ്ങളെ കുറിച്ച് നമ്മൾ 100% ഉപയോഗിക്കണം. നമ്മൾ അത് മറ്റുള്ള ആൾക്കാർക്ക് കറക്റ്റായിട്ട് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കാൻ നമുക്ക് അറിഞ്ഞിരിക്കണം. അപ്പൊ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ഈ ഒരു കാര്യം മറ്റുള്ള ആൾക്കാർക്ക് എങ്ങനെയാണ് മാക്സിമം പോസിറ്റീവ് റിസൾട്ട് ഉണ്ടാക്കാന്നുള്ളത് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ ഒരു കടയിലിരിക്കുന്ന ഒരാളാണെങ്കിൽ വലിയ ധാരാളം ആൾക്കാർ കടയിലിരിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പൊ അവർക്ക് നമ്മുടെ ഒരു ഒരു മൂലയിൽ നിന്ന് മറ്റൊരു മൂല വരെ നമ്മളൊന്ന് കണ്ണോടിച്ചിട്ടുണ്ടെങ്കിൽ ഇഷ്ടംപോലെ ഉൽപ്പന്നങ്ങളുണ്ട്. ആ ഉൽപ്പന്നങ്ങൾ നമ്മുടെ കടയിലേക്ക് വരുന്ന ഒരു കസ്റ്റമറിന് എങ്ങനെയാണ് നല്ല റിസൾട്ട് ഉണ്ടാക്കി കൊടുക്കാൻ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം അത് എന്തായാലും മേടിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം എല്ലാ മാസവും മേടിച്ചിരിക്കും. നമ്മൾ ഒന്നും കൂടി ആളുകളിലേക്ക് നമ്മൾ ഇറങ്ങി ചെന്നിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിൽ നിന്ന് നമുക്ക് കുറെ റെഫറൻസ് കിട്ടാൻ സാധിക്കും. അപ്പോൾ നമ്മൾ കറക്റ്റ് ആയിട്ടൊരു കമ്മ്യൂണിക്കേഷൻ എന്ന സ്കില്ല് നമുക്ക് ഉണ്ടെങ്കിൽ നമ്മുടെ ബിസിനസ് കൂട്ടാൻ പറ്റും. മിനിമം സെയിൽസ് നമുക്ക് തുടങ്ങുന്ന നമ്മൾ സെയിൽസ് എന്നാണല്ലോ. സെയിൽസ് നമുക്ക് മിനിമത്തിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. അത് നല്ല രീതിയിൽ സ്കെയിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ അത് നമുക്ക് കമ്മ്യൂണിക്കേഷൻ സ്കില്ല് കറക്റ്റ് ഉണ്ടാവണം. പ്രൊഡക്റ്റിന്റെ അറിവ് കൃത്യമായിട്ട് ഉണ്ടാവണം. എല്ലാ ഉൽപ്പന്നങ്ങളും പല സെഗ്മെന്റ് ഉൽപ്പന്നങ്ങളുണ്ട്. അതിന് നമുക്ക് ഹെൽപ്പ് ചെയ്യുന്ന ഇഷ്ടംപോലെ കാര്യങ്ങളുണ്ട്. ഇപ്പൊ ഗുഡ്ടോട്ടിന്റെ ആയാലും ഇഷ്ടംപോലെ നമുക്ക് കുക്കിംഗ് അടക്കം നമുക്ക് ILCTC നമുക്ക് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന നമുക്ക് ഇപ്പൊ രജിസ്റ്റർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പൊ നമുക്കൊരു കുക്കിംഗ് അറിയാന്നുണ്ടെങ്കിൽ ഇഷ്ടംപോലെ ആൾക്കാർ കുക്കിംഗ് ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്. അവർക്ക് ആ റെസിപ്പി നമുക്കൊന്ന് പറഞ്ഞെടുക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അവർ ഉൽപ്പന്നം മേടിക്കും. ആ ഉൽപ്പന്നം സ്ഥിരമായിട്ട് വാങ്ങിച്ചാൽ അവർക്ക് ഇഷ്ടപ്പെട്ടാൽ അവർ അടുത്ത ആൾക്ക് റെക്കമെൻഡ് ചെയ്യും. അങ്ങനെ നമ്മുടെ ബിസിനസ് സ്റ്റേബിൾ ആയിട്ട് നിലനിർത്താനും ഉയർത്താനും പറ്റും. രണ്ടാമത്തെ ഉൽപ്പന്നം നമ്മുടെ തുളസി പെയിന്റ്സ്. നല്ല നല്ല ട്രെയിനിങ് നമുക്ക് തരുന്നുണ്ട്. എല്ലാ വ്യാഴാഴ്ചയും നമുക്ക് തുളസി പെയിന്റ്സിന്റെ ട്രെയിനിങ് നമുക്ക് സുജ മേഡം നൽകുന്നുണ്ട്. അതേപോലെ തന്നെ ന്യൂട്രിചാർജിന്റെ പറയേണ്ട ആവശ്യമില്ല. എന്നും ബേസിൽ നമുക്ക് ട്രെയിനിങ് കിട്ടുന്നുണ്ട്. നമുക്ക് സുരേഷ് സാറ് നമുക്ക് വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളാണ്. അതുപോലെ തന്നെ നമുക്ക് കനകമ്മ മാഡം തീർച്ചയായിട്ടും എടുത്തു പറഞ്ഞൊരു വ്യക്തിത്വമാണ്. കാരണം എനിക്കൊരു സംശയം വന്നാൽ വിളിക്കുന്ന ആൾക്കാരാണ് കനകമ്മ മാഡത്തിനും ഡോക്ടർ രാജൻ സാറിനും സുരേഷ് സാറിനൊക്കെ. സോ നമുക്ക് എന്റെ ബിസിനസിനെ ഉയർത്താനായിട്ട് വളരെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു വ്യക്തിത്വങ്ങളാണ്. അപ്പൊ നമ്മളെല്ലാവരും അവർ ക്ലാസ്സുകൾ കറക്റ്റ് ആയിട്ട് പഠിക്കാൻ നോക്കുക. നമ്മൾ സമയം കുറച്ചും കൂടി ചെലവഴിക്കുന്നത് ആർസിന് വേണ്ടി കൂടുതൽ ചെലവഴിക്കുന്നത്. ഇപ്പൊ നമ്മുടെ മൂർ സാറിന്റെ ഒക്കെ പഴയ ക്ലാസ്സുകൾ നമ്മൾ കേൾക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ മൂർ സാറിന്റെ കൂടെ നമ്മൾ കുറച്ചുകൂടി സമയം ഇരിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അദ്ദേഹത്തിന്റെ 100%, ഓൾമോസ്റ്റ് 100% സമയം അദ്ദേഹം ഉപയോഗിക്കുന്ന ആർസിന് വേണ്ടിയാണ്. അതുകൊണ്ട് ആൾ ഇന്ന് കോർ ലീഡർ ആണ്, സഫയർ അച്ചീവർ ആണ്, സന്തോഷമായിട്ട് ജീവിക്കുന്ന ആൾ കൂടിയാണ്. സോ നമ്മുടെ ലൈഫിന്റെ കൂടുതൽ സമയം നമുക്ക് ആർസിന് വേണ്ടി നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ, ആർസിന് വേണ്ടി ഉപയോഗിക്കാന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ അറിവ് കൂട്ടാൻ, അതായത് പ്രൊഡക്റ്റിന്റെ അറിവ് കൂട്ടാൻ, നമുക്ക് പുതിയ ആൾക്കാരോട് സംസാരിക്കാൻ, നമ്മുടെ ടീമിൽ അസോസിയേറ്റ് ചെയ്ത ആൾക്കാരോട് ഒരു കൂടുതൽ സംസാരിക്കാൻ നമുക്ക് സമയം നമുക്ക് ഉപയോഗപ്പെടുത്താം. നമ്മൾ ആവശ്യമില്ലാതെ ചെലവഴിക്കുന്ന സമയമൊക്കെ നമുക്ക് മാറ്റാം. അതിന് എനിക്ക് ഏറ്റവും ഹെൽപ്പ് ചെയ്തൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ 19 സുരേന്ദ്രൻ സാറിന്റെ പ്രോഗ്രാമിന് അദ്ദേഹം പറയുന്നത് നമുക്ക് എന്തൊക്കെ സാക്രിഫൈസുകൾ നടത്താൻ പറ്റും. അതായത് ആർസിഎമ്മിൽ വിജയിക്കാൻ നിങ്ങൾക്ക് സീരിയസ് ആയിട്ട് ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് എന്തൊക്കെ സാക്രിഫൈസ് നടത്താൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ സമയം കൊല്ലുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് അദ്ദേഹം എഴുതാൻ പറഞ്ഞു, അതിന് ഒഴിവാക്കാനും പറഞ്ഞു. ഇപ്പൊ നമുക്ക് രഘു സാറൊക്കെ അന്ന് തന്നെ എന്താ പറയാ, അദ്ദേഹം പറഞ്ഞിരുന്നു എന്റെ സമയം ഏറ്റവും കൂടുതൽ പോകുന്നത് ഫേസ്ബുക്കിലാണ്. ജസ്റ്റ് ബിസിനസിന്റെ കാര്യത്തിനായാലും എന്തെങ്കിലും കാര്യത്തിന് വാട്സപ്പ് നോക്കണമെങ്കിൽ ഫേസ്ബുക്കിൽ നോട്ടിഫിക്കേഷൻ വരും. ജസ്റ്റ് അതൊന്ന് ക്ലിക്ക് ചെയ്യും. പിന്നെ ഫേസ്ബുക്കിന്റെ ലോകത്തിലേക്ക് മാറാണ് സമയം കുറെ പോകുന്നത്. അപ്പൊ അന്ന് സുരേന്ദ്ര ഭട്ട് സാറ് അന്ന് എല്ലാവരും കുറെ ആൾക്കാർ ചെയ്തിരുന്നു. രഘു സാറൊക്കെ സ്റ്റേജിൽ കയറി ചെയ്ത ഒരാളാണ്, അതുകൊണ്ട് ആളുടെ പേരെടുത്ത് പറഞ്ഞതാണ്. അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് അവിടെ വെച്ച് ഞാൻ അൺഇൻസ്റ്റാൾ ചെയ്തു. സുരേന്ദ്ര ഭട്ട് സാറിന് മുമ്പിൽ വെച്ച് ഞാൻ ഇൻസ്റ്റാൾ ചെയ്തു. സോ
ഇപ്പൊ അദ്ദേഹത്തിന് കുറച്ചുകൂടി സമയം കൂടുതൽ കിട്ടുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അപ്പൊ അതിനെ നമുക്ക് ബിസിനസ് ആക്കി മാറ്റാനോ അദ്ദേഹത്തിന്റെ ബിസിനസ്സിലെ പ്രോഗ്രസ് ഉണ്ടാക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അതുപോലെ തന്നെ നമ്മളെ സമയം കൊല്ലുന്ന കാര്യങ്ങളൊക്കെ ഒഴിവാക്കുക. അതുപോലെ നമുക്ക് ആർസിയുടെ സ്കില്ലുകൾ അദ്ദേഹം കുറച്ച് പറഞ്ഞു. ഒന്നാമത്തെ സ്കില്ലാണ് നമുക്ക് പ്രോസ്പെക്റ്റിംഗ്. നമുക്കറിയാം നമ്മുടെ ബിസിനസ് പോകണമെങ്കിൽ നമ്മുടെ ബിസിനസ്സിൽ പുതിയ ആൾക്കാർ വരണം, നമ്മുടെ ഡെപ്തിൽ പുതിയ ആൾക്കാർ വരണം. എന്നാലാണ് നമുക്ക് നമ്മുടെ ബിസിനസ് കൂട്ടാൻ പറ്റുള്ളൂ. നമ്മുടെ പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്ന ബിസിനസ് ചെയ്യുന്ന പുതിയ ആൾക്കാർ വരണം. അത് എല്ലാവരും ചിലപ്പോൾ പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്ന ആൾക്കാരായിരിക്കില്ല, ബിസിനസ് ചെയ്യുന്ന ആൾക്കാരായിരിക്കില്ല. പക്ഷെ നമ്മുടെ ഉത്തരവാദിത്തമാണ് നമ്മുടെ ബിസിനസ് കൂട്ടണമെങ്കിൽ അവർക്ക് ആ സ്കിൽ ഉണ്ടാക്കി കൊടുക്കണം. അവരെ കൊണ്ട് പ്രൊഡക്റ്റ് ഉപയോഗിക്കാൻ നമ്മൾ പറഞ്ഞു കൊടുക്കണം. അവരുടെ ബിസിനസ്സിനെ അറിയില്ലെങ്കിൽ അവർക്ക് ആ സ്കിൽ ഉണ്ടാക്കി കൊടുത്ത് അവർ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരണം. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യമാണ് നമ്മൾ ഒരാളെ വിളിക്കാൻ. ഇപ്പൊ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് ഫോൺ വിളിക്കാൻ ഭയങ്കര മടിയായിരിക്കും. ഞാൻ ആ കാറ്റഗറിയിലുള്ള ആളാണ്. എനിക്ക് മറ്റുള്ള ആൾക്കാരെ വിളിക്കാൻ ഭയങ്കര മടിയാണ്. അപ്പോ ആ സ്കില്ല് ഞാൻ ഉണ്ടാക്കിയെടുത്തല്ലോ. ഒരാൾ വിളിക്കുമ്പോൾ ഞാൻ എന്ത് പറയുന്നുള്ള സ്കില്ല് ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടെങ്കിൽ എനിക്ക് കൂടുതൽ ആൾക്കാർക്ക് വിളിക്കാൻ പറ്റും. വിളിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ആസിനെ കുറിച്ച് സംസാരിക്കും. അപ്പൊ ആസിനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ബിസിനസ് അവിടെ കൂടും. അപ്പോ നമ്മള് നമ്മൾ പുതിയ അപ്പോയിന്റ്മെന്റ് എടുക്കാന്ന് പറയും. ഇപ്പൊ അത് സ്കില്ലാണ്. ഒരാളെ വിളിച്ച് സംസാരിച്ച് ആർസിഎമ്മിന്റെ കാര്യങ്ങൾ പറയാനുള്ള ഒരു അപ്പോയിന്റ്മെന്റ് എടുക്കുക. ആ സ്കില്ല് നമ്മൾ ഉണ്ടാക്കിയെടുക്കുക. മൂന്നാമത്തെ കാര്യമാണ് നമ്മൾ കറക്റ്റ് ആയിട്ട് പ്രസന്റ് ചെയ്യാം. ഇപ്പൊ നമുക്ക് ഒരാളെ കാണുമ്പോൾ അദ്ദേഹം പല സെഗ്മെന്റുകളിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരായിരിക്കാം. അപ്പൊ അവർക്ക് ആവശ്യങ്ങളും വേറെ ആയിരിക്കാം. നമ്മൾ കറക്റ്റ് ആയിട്ട് പ്രസന്റ് ചെയ്യാം. പ്രസന്റ് ചെയ്യുന്നതിനേക്കാളും മുമ്പ് അവരുടെ ആവശ്യം എന്താണെന്ന് നമ്മൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. ഇപ്പോ ചില ആൾക്കാർ ഉൽപ്പന്നങ്ങൾക്ക് വേണ്ടി മാത്രമുള്ള ആൾക്കാരായിരിക്കും. അപ്പൊ അവർക്ക് ഉൽപ്പന്നങ്ങളുടെ കാര്യം പറഞ്ഞു കൊടുക്കുക, പ്രസന്റ് ചെയ്ത് കൊടുക്കുക. അതേപോലെ ചില ആൾക്കാർക്ക് ബിസിനസ് ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരായിരിക്കും, അവര് സെയിലിൽ താല്പര്യമുള്ള ആൾക്കാരായിരിക്കും, പുതിയ ആൾക്കാരെ കൊണ്ടുവരാൻ ഇഷ്ടമുള്ള ആൾക്കാരായിരിക്കും. അത് ആദ്യം നമ്മൾ മനസ്സിലാക്കുക അവർക്ക് ഏതാണ് ഇഷ്ടപ്പെടുന്ന കാര്യമാണ്. എന്നിട്ട് അവർക്ക് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുക. അവർ നമ്മൾ കൂടെ നിർത്താൻ നോക്കുക. നാലാമത്തെ ഒരു സ്കില്ലാണ് കമ്മ്യൂണിക്കേഷൻ. ഞാൻ ഫസ്റ്റ് തന്നെ പറഞ്ഞിരുന്നു. അതായത് നമ്മൾ പറയണ കാര്യങ്ങൾ. ഇപ്പൊ ഇഷ്ടംപോലെ ബുക്കുകളൊക്കെ ഉണ്ട്. ഞാനിപ്പോ ഒരു ബുക്ക് വായിക്കുന്ന ഒരു ബുക്ക് ഉണ്ട്. ഞാൻ ബുക്ക് കാണിച്ചു തരാം. നമുക്ക് എല്ലാവർക്കും വാങ്ങിക്കാൻ പറ്റുന്ന ഒരു ബുക്കാണ്. നമ്മുടെ ബിസിനസ്സിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടൊരു ബുക്കാണിത്. കാണാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. സൈക്കോളജി ഓഫ് സെല്ലിംഗ് എന്നാണ് ഈ ബുക്കിന്റെ പേര്. സോ ഈ ബുക്ക് എന്ന് വെച്ചാൽ നമുക്ക് സെല്ലിങ് മാത്രമല്ല, അതിന്റെ പേര് സെല്ലിംഗ് എന്നാണെങ്കിലും ഒരാൾ കാണുമ്പോൾ അദ്ദേഹത്തോട് സംസാരിക്കേണ്ട കാര്യങ്ങൾ എങ്ങനെ സംസാരിച്ചാൽ മാക്സിമം റിസൾട്ട് ഉണ്ടാക്കാം അത് തെളിയിച്ച ആളാണ്. ഒരു ട്രെയിനറാണ് അദ്ദേഹം. സ്വന്തമായി ബ്രയാൻ ട്രാൻസൺ എന്ന പേര്. ഈ ബുക്ക് റെക്കമെൻഡ് ചെയ്ത സുരേന്ദ്രഭട്ട് സാറാണ്. അപ്പോ അദ്ദേഹത്തിന്റെ സുരേന്ദ്രഭട്ട് സാറിന്റെ ജീവിതത്തിൽ ഈ ബുക്ക് വളരെ ഉപകാരം ചെയ്തു എന്നുള്ള ഒരു പ്രോഗ്രാം കേട്ടപ്പോഴാണ് ഞാൻ ഈ പുസ്തകം മേടിച്ചത്. ഞാനും വായിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ചെറിയ ചെറിയ കാര്യങ്ങൾ ഞാൻ എന്റെ ബിസിനസ്സിലേക്കും ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അത് നല്ല റിസൾട്ടും കിട്ടുന്നുണ്ട്. സോ നമ്മളെല്ലാവരും നമ്മുടെ അറിവ് കൂട്ടണമെങ്കിൽ ഇതുപോലത്തെ ഒരു പുസ്തകം വായിക്കണം. അതുപോലെ നമ്മുടെ ലീഡേഴ്സിന്റെ മീറ്റിംഗിൽ പങ്കെടുക്കണം. അത് കാരണം അവർ പഠിച്ച് അവർക്ക് മനസ്സിലായ കാര്യങ്ങളാണ് ആ മീറ്റിംഗിൽ അവർ പറയുള്ളൂ. അതുകൊണ്ട് നമ്മൾ പ്രോഗ്രാമുകൾ കൃത്യമായിട്ട് പങ്കെടുക്കണം. അതുപോലെ തന്നെ നമ്മുടെ സമയം മാനേജ് ചെയ്യണം. അഞ്ചാമത്തെ ഒരു സ്കില്ല് വരുന്നത് നമ്മുടെ ടൈം മാനേജ് ചെയ്യണം. അതായത് നമ്മളിപ്പോ കാലത്ത് എന്റെ കാര്യം തന്നെ എടുക്കണമെങ്കിൽ ഞാൻ കൂടുതൽ നേരം ഉറങ്ങുന്ന ഒരാളാണ്. അപ്പൊ ഞാൻ നേരത്തെ എണീക്കണം. ഒന്നാമത്തെ കാര്യം നേരത്തെ കിടക്കണം. അപ്പോ സുരേന്ദ്രഭട്ട് സാറിനോട് നമ്മൾ പറയുകയാണെങ്കിൽ ആള് പറയും നേരത്തെ എനിക്ക് ഒറ്റ വഴിയുള്ളൂ, നേരത്തെ കിടന്നുറങ്ങാം. അപ്പോൾ നേരത്തെ കിടന്നുറങ്ങാൻ നോക്കുക. ഒരു മിനിമം ഒരു 12 മണിക്കെങ്കിലും കിടന്നുറങ്ങാൻ നോക്കുക. അതിനുശേഷം എന്റെ അഭിപ്രായത്തിൽ 12 മണിക്ക് ശേഷം നമ്മൾ ഇരിക്കുകയാണെങ്കിൽ വെറുതെ ഇരിക്കുന്നതാണ്. കാരണം അത്ര ആവശ്യമൊന്നുമില്ല. നമ്മുടെ വെറുതെ സോഷ്യൽ മീഡിയ നോക്കി ഇരിക്കുന്നതാണ്. ഇപ്പോ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും ഒക്കെ കളഞ്ഞ കാരണം അങ്ങനെ ഇരിക്കാറില്ല. സോ നമ്മളും നമ്മുടെ ടൈം പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യാൻ നോക്കുക. നമ്മുടെ കൂടുതൽ സമയം നമ്മുടെ ബിസിനസിന് വേണ്ടി യൂസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള റിസൾട്ട് എന്തായാലും കിട്ടുന്നതായിരിക്കുള്ളൂ. അപ്പൊ നമ്മൾ കറക്റ്റ് ആയിട്ട് ഇന്ന സമയത്ത് എന്തൊക്കെ ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ ടൈം മാനേജ് ചെയ്ത് നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും നല്ല റിസൾട്ട് കിട്ടും. അതേപോലെ തന്നെ നമ്മൾ മീറ്റിങ്ങുകൾ കൃത്യമായിട്ട് പങ്കെടുക്കുക. ഇപ്പൊ മീറ്റിംഗ് എന്ന് പറയുമ്പോൾ പല മീറ്റിങ്ങുകളുണ്ട്. ഇപ്പൊ ഏറ്റവും ബേസിക് ആയിട്ടുള്ള മീറ്റിംഗ് ആണ് നമ്മൾ ഒരാളുടെ ആർസിയും പറയുന്ന ഒരു മീറ്റിംഗ്. ഇപ്പൊ നമ്മുടെ ലീഡേഴ്സിനോട് നേരിട്ട് സംസാരിക്കുന്ന ഒരു മീറ്റിംഗ്. അത് നമുക്ക് ഏറ്റവും നല്ല റിസൾട്ട് കിട്ടും. നമുക്ക് കൃത്യമായിട്ടൊരു ലീഡർ ഉണ്ടാവണം, മെന്റർ ഉണ്ടാവണം. ഇപ്പോ നമുക്ക് ലീഡർമാരായിട്ട് നമ്മുടെ അപ്ലൈനേഴ്സ് ഇഷ്ടംപോലെ ആക്റ്റീവ് ആൻഡ് കെയറിംഗ് ഗ്രോയിങ് അപ്ലൈനൊക്കെ ഉണ്ട്. അവരൊക്കെ നമ്മുടെ ലീഡേഴ്സ് ആണ്. അവരൊക്കെ നമ്മൾ റെസ്പെക്ട് ചെയ്യണം. എന്തായാലും അവരോട് വർക്ക് ചെയ്യും വേണം. പ്ലസ് നമുക്കൊരു മെന്റർ കൂടി ഉണ്ടാവണം. അതായത് എല്ലാവർക്കും ചിലപ്പോൾ മെന്റർ ആവാൻ പറ്റില്ല. ചില ആൾക്കാരെ മെന്റർ ആവാൻ പറ്റുള്ളൂ. സോ നിങ്ങളുടെ മെന്റർ നിങ്ങൾ കണ്ടുപിടിക്കുക. അദ്ദേഹത്തിനോട് എല്ലാ മാസം പറ്റണമെങ്കിൽ 1-ാം തീയതി പോയി കണ്ട് സംസാരിച്ച് ഈ മാസം ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഒന്ന് പ്ലാൻ ചെയ്ത് അത് നമ്മുടെ ബിസിനസ്സിലേക്ക് ചെയ്യിക്കാൻ നോക്കുക. അത് ഏറ്റവും ഇമ്പോർട്ടന്റ് ഒരു കാര്യമാണ്. അതുപോലെ തന്നെ നമുക്ക് ഇപ്പൊ പറഞ്ഞ PUC മീറ്റിംഗ് നമുക്ക് ഏറ്റവും കുറഞ്ഞ ചെലവിൽ ഏറ്റവും മാക്സിമം റിസൾട്ട് കിട്ടാൻ പോകുന്ന ഒരു പ്രോഗ്രാം ആയിരിക്കുള്ളൂ ഈ ULP കുക്ക് എന്ന് പറയുന്നത്. അത് നമ്മുടെ കമ്പനി തന്നെ ഏറ്റവും നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മളെല്ലാവരും ULP കുക്ക് മാക്സിമം നടത്താൻ നോക്കാം. ഇപ്പൊ നമ്മളൊരു PUC ആയിട്ട് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അവരെന്തായാലും നടത്തിക്കോളാനെ പറയുള്ളൂ ആ PUC-യിൽ. അപ്പൊ ഒരു സ്വന്തമായിട്ട് PUC ഇല്ലെങ്കിൽ പോലും
ഇപ്പൊ എനിക്ക് PUC ഇല്ലാത്ത ഒരാളാണ്. പക്ഷെ ഞാനിപ്പോ എന്റെ അടുത്തുള്ള ഏതെങ്കിലും PUC പോയി സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അവർ പറയുള്ളൂ ധൈര്യമായിട്ട് നടത്തിക്കോളൂ എന്ന് പറയുള്ളൂ. നമുക്ക് വേണ്ടി നമ്മുടെ ABM മാരുണ്ട്, ആൽബിൻ സാർ ഉണ്ട്, അതുപോലെ തന്നെ ഒരു സാറും കൂടി ഉണ്ട്. സാറിന്റെ അവരോട് നമുക്ക് സംസാരിക്കാൻ പറ്റുകയാണെങ്കിൽ അവർ നമുക്ക് ULPക്ക് വേണ്ടി അവർ നമുക്ക് വരും. കാരണം കമ്പനി സ്റ്റാഫുകളാണ് അവർ, അവരെന്തായാലും വരും. അതുപോലെ തന്നെ നമ്മുടെ ലീഡേഴ്സിന്റെ പ്രോഗ്രാമുകൾ, ഇപ്പൊ ഹോൾ പ്രോഗ്രാമുകളുണ്ട്, അങ്ങനെ പല ULP പ്രോഗ്രാമുകളുണ്ട്, അതൊക്കെ നമുക്ക് പങ്കെടുക്കാം. പിന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് കാര്യം RCM എന്ന് വെച്ചാൽ നമ്മുടെ ഒരു ഫാമിലിയാണ്. അപ്പൊ RCM ഫാമിലി നടക്കുന്ന എല്ലാ പ്രോഗ്രാമും നമ്മുടെ പ്രോഗ്രാമാണ്. അതിൽ നമ്മുടെ ഇൻവോൾവ്മെന്റ് എന്തായാലും ഉണ്ടായിരിക്കണം. ഇപ്പോ യൂത്തിന്റെ പ്രോഗ്രാമിന് അതിനെ പ്രോഗ്രാം പോകാനായിട്ട് പ്രേരിച്ച ഏറ്റവും വലിയ ഘടകമാണ് RCM എന്റെ കുടുംബമാണ്. അപ്പൊ എന്റെ കുടുംബത്തിൽ ഒരു പ്രോഗ്രാം നടക്കണമെങ്കിൽ ഞാൻ എന്തായാലും അവിടെ ഉണ്ടാവണം. സോ അതുപോലെ നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഇപ്പൊ ഇനി അടുത്ത വരാൻ പോകുന്ന ഏറ്റവും വലിയ പ്രോഗ്രാം എനിക്ക് തോന്നുന്നു നമ്മുടെ 25ാമത്തെ ആനിവേഴ്സറി പ്രോഗ്രാം നവംബറിൽ നടക്കാൻ പോകുന്നതാണ് ഡൽഹിയിൽ. അതിന് നമ്മുടെ ടീമിൽ നിന്ന്, നമ്മുടെ കേരളത്തിൽ നിന്ന് മാക്സിമം ആൾക്കാരെ പങ്കെടുപ്പിക്കാനുള്ള ഒരു അച്ചീവേഴ്സ് ആയിട്ട് പങ്കെടുപ്പിക്കാനുള്ള ഒരു പ്രവർത്തനം ഇപ്പോഴേ തുടങ്ങാം. നവംബറിലാണ് നമ്മുടെ ക്ലോസിംഗ് വരുന്നത്. അപ്പോൾ നവംബറല്ല, സെപ്റ്റംബറിലാണ് നമ്മുടെ ക്ലോസിംഗ് വരുന്നത്. അപ്പൊ അതിന് വേണ്ടി ഇപ്പോഴേ പ്ലാൻ ചെയ്യുക. ഇന്ന് തന്നെ പറ്റണമെങ്കിൽ ലീഡേഴ്സിനെ പോയി കണ്ട് സംസാരിച്ച് നമുക്ക് ഉണ്ടാക്കിയെടുക്കേണ്ട പുതിയ കാര്യങ്ങളൊക്കെ സ്കില്ലുകളൊക്കെ ഉണ്ടാക്കിയെടുത്ത് നമുക്ക് നല്ല രീതിയിൽ സെപ്റ്റംബറിൽ നല്ലൊരു അച്ചീവ്മെന്റ് ഉണ്ടാക്കാനും ഓൾ ഇന്ത്യ ലെവൽ സ്റ്റേജിൽ നമുക്ക് കയറി ഒരു ട്രോഫി അടിക്കാനുള്ളൊരു ഉറച്ചൊരു ലക്ഷ്യത്തോടു കൂടി ഇപ്പോഴേ വർക്ക് ചെയ്യാൻ നോക്കാം. സോ ഇതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ എനിക്ക് പറയാനുള്ളത്. ഒരു കാര്യം കൂടി പറയാൻ നിർത്താണ്. അന്ന് സുരേന്ദ്രഭട്ട് സാറിന്റെ ക്ലാസ് എല്ലാവർക്കും പങ്കെടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അന്ന് അദ്ദേഹം ഒരു ചാർട്ടൊക്കെ വെച്ച് നമുക്ക് കാണിച്ചു തന്നിരുന്നു. അതായത് നമ്മുടെ ഹാബിറ്റ് ട്രാക്കർ എന്ന് പറഞ്ഞ ചാർട്ടിന്റെ പേര് അദ്ദേഹം ഇട്ടിരുന്നത്. അതായത് നമ്മൾ ഒരു മാസം ചെയ്യുന്ന ടാർഗറ്റുകൾ, അതിൽ ഓരോ ദിവസം ഒരു മാസത്തേക്കുള്ളതാണ്. ഇപ്പൊ ഒരു പുതിയ എത്ര ആൾക്കാർ കണ്ടു, പുതിയ പ്രോസ്പെക്ട് എത്ര പേര് കണ്ടു, അതിന് മിനിമം ബെഞ്ച് മാർക്ക് മിനിമം നമ്മളൊരു 60 പേരെല്ലാം കാണണം. ഇപ്പൊ ഒരു പാർട്ട് ടൈം ആയിട്ട് വർക്കാണ് ആൾ പോലും മിനിമം ഒരു 60 പേരെ കണ്ടിട്ടുണ്ടെങ്കിൽ എന്നാണ് ആള് പറഞ്ഞത്. അതുപോലെ തന്നെ എത്ര പെർ ഡേ എത്ര പുതിയ ആൾക്കാരെ നമ്മൾ കണ്ട് നമ്മൾ ബിസിനസിന്റെ കാര്യങ്ങളും പ്രൊഡക്റ്റിന്റെ കാര്യങ്ങളും പറഞ്ഞു. അതേപോലെ തന്നെ നമുക്ക് പെർ ഡേ എത്ര നമുക്ക് സെയിൽ ചെയ്യാൻ പറ്റി, അല്ലെങ്കിൽ ഒരു മാസത്തിൽ നമുക്ക് എത്ര ബിസിനസ് വോളിയം ജനറേറ്റ് ചെയ്യാൻ പറ്റി. സെൽഫ് ഐഡിയില് നമ്മുടെ സെൽഫ് ട്രാക്കർ ആട്ടോ, നമ്മുടെ സെൽഫ് ഹാബിറ്റ് ട്രാക്കറാണ്. അപ്പൊ ആ ലിസ്റ്റ് പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് നോക്കാം. നമ്മുടെ ലീഡേഴ്സായിട്ട് സംസാരിച്ച സുരേന്ദ്രഭട്ട് സാറിന്റെ ആ പ്രോഗ്രാമിന്റെ ഒരു ഫോട്ടോ എന്തായാലും എല്ലാവർക്കും കിട്ടും. അത് എല്ലാവരും ഒന്ന് കാണാൻ ശ്രമിക്കുക, അത് ചെയ്യാൻ നോക്കുക, നല്ല റിസൾട്ട് ആയിരിക്കുള്ളൂ. ഇനി ഒരു കുറച്ച് ഫോട്ടോസും കൂടി ഷെയർ ചെയ്ത് ഞാൻ എന്റെ പ്രോഗ്രാം അവസാനിപ്പിക്കുന്നത്. കാരണം വെച്ചാല് ധാരാളം യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള ആളുകളായിട്ട് എനിക്ക് ഇത് ചെയ്യാൻ പറ്റിയ, പരിചയപ്പെടാൻ പറ്റിയായിരുന്നു. അപ്പൊ അവരുടെ കുറച്ച് ഫോട്ടോസ് എന്തെങ്കിലും കാണിക്കേണ്ട. നെക്സ്റ്റ് ജനറേഷൻ ഇവന്റ് പോയപ്പോ ഏറ്റവും കണ്ടൊരു നല്ല ഇത് അവിടുത്തെ വളണ്ടിയേഴ്സ് ആയിട്ടുണ്ടായ എല്ലാവരാണ്. ഇത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിലുള്ള ആൾക്കാർ അവിടെ മെയിൻ ആയിട്ട് വളണ്ടിയേഴ്സ് ആയിട്ടുള്ള ആൾക്കാരായിരുന്നു. ഇതിലുള്ള ആൾക്കാർ ഓൾമോസ്റ്റ് എല്ലാവരും തന്നെ 30 വയസ്സിന് താഴെയുള്ള ആൾക്കാരാണ്. ഒന്നില്ലെങ്കിൽ അവർ സെൽഫ് ഐഡിയയിൽ ടെക്നിക്കൽ അച്ചീവേഴ്സ് ആയിരിക്കും, അല്ലെങ്കിൽ അവർ പാരന്റ്സിന്റെ കെയർ ഓഫിലുള്ള ആൾക്കാരാണ്. ഇപ്പൊ ഞാൻ എന്റെ പാരന്റ്സിന്റെ കെയർ ഓഫിലാണ്. പക്ഷെ നിങ്ങൾ ഒന്ന് സൂം ചെയ്ത് നോക്കുകയാണെങ്കിൽ അതിൽ ഓൾമോസ്റ്റ് എല്ലാവരും ഒന്നില്ലെങ്കിൽ സെൽഫ് ഐഡിയ അല്ലെങ്കിൽ പാരന്റ്സിന്റെ കെയർ ഓഫിൽ വന്ന ആൾക്കാരൊക്കെ. ഇവരൊക്കെ ആയിട്ട് നല്ല കമ്പനി ആവാൻ സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും എനിക്ക് ഈ പ്രാവശ്യം പോയിട്ട് ഒരു ഏറ്റവും ഫീലിംഗ് ആയിട്ട് തോന്നിയ ഒരു കാര്യം. അതേപോലെ തന്നെ നമ്മുടെ കേരളത്തിലുള്ള ആൾക്കാരൊക്കെ ആയിട്ട് പങ്കെടുക്കാൻ പറ്റിയായിരുന്നു. കുറെ ഫോട്ടോസ് ഉണ്ട്, പക്ഷെ എനിക്ക് പെട്ടെന്ന് കാണിക്കാൻ പറ്റില്ല. അതുകൊണ്ട് അപ്പൊ അവരെ മാത്രം കാണിച്ചുകൊണ്ട് നിർത്താണ്. സോ ഇന്നത്തെ പ്രോഗ്രാമിൽ പങ്കെടുത്ത് എന്തെങ്കിലും മനസ്സിലാക്കാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ വളരെ നല്ല കാര്യം. എനിക്കും വളരെ സന്തോഷം അതിൽ. സോ ഇങ്ങനെ ഒരു അവസരം തന്ന എന്റെ ലീഡേഴ്സിനും അതുപോലെ തന്നെ നമ്മുടെ കോർ ലീഡേഴ്സിനും എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് എന്നെ നല്ല പ്രോഗ്രാം ക്ഷണിച്ചത് നമ്മുടെ ബിജു സൽമാഡാണ്. സോ ബിജു സൽമാഡത്തിന് ഇങ്ങനെ ഒരു അവസരം തന്ന ബിജു സൽമാഡത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് എന്റെ പ്രോഗ്രാം അവസാനിപ്പിക്കുന്നു. താങ്ക് യു സർ. ജെ RCM.